ഹലോ ഓൾ, വെൽക്കം ടു മൈ ചാനൽ ലോസ്റ്റ് ഇൻ ലിറ്ററേച്ചർ. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക് അഡ്വഞ്ചേഴ്സ് ഓഫ് ഹക്കിൾബറി ഫിൻ റിട്ടൻ ബൈ മാർക്ക് ട്വെയിൻ ഓർ സാമുവൽ ക്ലെമൻസ്, one of the famous writer or comic writer of American literature. അപ്പം ആളുടെ വർക്ക്സിനൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന എലമെൻ്റാണ് ഈ കോമഡി സിറ്റയർ എന്നൊക്കെ പറയുന്നത്. ഈ ഒരു ഹക്കിൾബറി ഫിന്നിന് മുന്നേ ഇതിൻ്റെ ഒരു പ്രീകോഴ്സർ അല്ലെങ്കിൽ ഹക്കിൾബറി ഫിൻ എഴുതിയിട്ടുള്ളത് വാസ് കൈൻഡ് ഓഫ് സീക്വൽ ടു ദി അഡ്വഞ്ചേഴ്സ് ഓഫ് ടോം സ്വേയർ. അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടാണ്. ഈവൻ ടോം ഇതിനകത്തും വരുന്നുണ്ട്. And this book we can consider it as a satire against racism. Racism അല്ലെങ്കിൽ ആ ഒരു അമേരിക്കൻ പീപ്പിളിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ആൾക്കാരോട് ആ ഒരു സെഗ്രിഗേഷൻ, പിന്നെ ഒരുപാട് റിലീജിയസ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഭയങ്കരമായിട്ട് ഓർത്തഡോക്സിക്കലായിട്ടുള്ള ഹിപ്പോക്രിറ്റിക്കലായിട്ടുള്ള റിലീജിയസ് വാല്യൂസ് ഓഫ് ദി സദേൺ അമേരിക്കൻ പീപ്പിൾ. അതിനൊക്കെ സെറ്ററൈസ് ചെയ്ത് അല്ലെങ്കിൽ അതിനൊക്കെ കോമഡി ആയിട്ട് കാണിച്ച്, അല്ലെങ്കിൽ അവർ ആ ഒരു ബ്ലാക്ക് ആയിട്ടുണ്ടായിരുന്ന പീപ്പിളിനോട് കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു അട്രോസിറ്റീസ്, അതൊക്കെയാണ് ഈ ഒരു വർക്കിനകത്ത് ആൾ എഴുതിയിട്ടുള്ളത്. ആൻഡ് ദിസ് നോവൽ, ദി അഡ്വഞ്ചർ ഓഫ് ഹക്കിൾബറി ഫിൻ, ഇസ് കൺസിഡേർഡ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ അമേരിക്കൻ നോവൽ. ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു നോവലായിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ആൻഡ് ദിസ് നോവൽ വാസ് പബ്ലിഷ്ഡ് ഇൻ 1884. ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ, ഓഫ് കോഴ്സ് ടിറ്റുലർ ആയിട്ടുള്ള ക്യാരക്ടർ തന്നെയുണ്ട്, ഹക്കിൾബറി ഓർ ഹക്ക് ഫിൻ. പ്രൊട്ടഗണിസ്റ്റ് ആണ്, നറേറ്റർ ആണ് ഈ നോവലിൽ. 13 year ആയിട്ടുള്ള ഒരു ഓൾഡ് സൺ ഓഫ് എ ലോക്കൽ ഡ്രങ്കാർഡ് ഓഫ് സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് മിസോറി എന്ന് പറയുന്ന ആ ഒരു ടൗണിൽ, മിസിസിപ്പി റിവറിലുള്ള ഒരു ടൗണിൽ ഒരു ലോക്കൽ ഡ്രങ്കാർഡായിട്ടുള്ള ഒരാളുടെ മകനാണ് നമ്മുടെ ഹക്കിൾബറി ഫിൻ. അപ്പോൾ അവൻ്റെ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന സമയത്ത് അവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ദാറ്റ് റേഷ്യൽ പ്രജുഡിസ്, ആ സംഭവം അവസാനം അവൻ അവിടെ നിന്ന് മാറി ആ മിസിസിപ്പി റിവറിലൂടെ അവൻ്റെ ട്രാവലിലൂടെ അവൻ ജിം എന്ന് പറയുന്ന വേറൊരു ക്യാരക്ടർ വരുന്നുണ്ട്. ഈ ജിം ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു, ലൈക്ക് ആഫ്രിക്കൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ആളായിരുന്നു. അപ്പം ഈ ജിമ്മിനോട് ഒരു സൊസൈറ്റി കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു റേഷ്യൽ പ്രജുഡിസിൽ നിന്ന് ഹക്ക് എങ്ങനെയാണ് ജിം ഇസ് മച്ച് മോർ ബെറ്റർ ദാൻ ദി വൈറ്റ് പീപ്പിൾ എന്ന് മനസ്സിലാക്കുന്നതും. ആൻഡ് ഈവൻ ഹക്ക് പറയുന്ന വേർഡ്സിലൊക്കെ നമുക്ക് ഈവൻ ഫുള്ളി അവൻ അതിന്ന് റിക്കവർ ആയി എന്നില്ല, ബട്ട് കൺസിഡറിങ് ഹിം ഓർ കമ്പയറിങ് ഹിം വിത്ത് ദി അതർ പീപ്പിൾ ഇൻ ഹിസ് ഓൺ ടൗൺ, we can say that Huck understood the value of a human. Like ഏത് കളറാണെങ്കിലും മനുഷ്യനായിട്ട് ഏറെക്കുറെ അവൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റി ബിക്കോസ് ഓഫ് ദിസ് ട്രാവൽ ത്രൂ ദിസ് മിസിസിപ്പി റിവർ ഓർ ബീങ് ഇൻ എ ഫ്രണ്ട്ലി ടച്ച് വിത്ത് ജിം. ഈവൻ ദോ അവൻ പലവട്ടം ആലോചിക്കുന്നുണ്ട് ഇത് ശരിയല്ല ഞാൻ ചെയ്യുന്നത്, എൻ്റെ സൊസൈറ്റി റൂൾസിന് എഗെയിൻസ്റ്റ് ആണ് എങ്കിൽ കൂടെയും, ബട്ട് സ്റ്റിൽ eventually he chooses Jim other than these societal values or the culture, the things that have been imbibed into him by the society. അപ്പോൾ അവൻ്റെ അച്ഛൻ ഇങ്ങനെ കുടിച്ച് നടക്കുന്ന ഒരാളായതുകൊണ്ട് അവനെ നോക്കുന്നുണ്ടായിരുന്നതൊക്കെ വേറെ രണ്ടുപേരൊക്കെ ആയിരുന്നു. അപ്പോൾ അവരൊക്കെ അവൻ്റെ ഉള്ളിലോട്ട് എന്താ പറയുക, അവനെ സിവിലൈസ് ആക്കാൻ നോക്കിയ കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് മാറി അവൻ്റേതായ ഒരു വഴിയിലൂടെ അവൻ പോയി അവനായിട്ട് കുറേ ലെസൺസ് പഠിച്ച് അവനായിട്ട് ആൾക്കാരെ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ ഹി അണ്ടർസ്റ്റുഡ് ദാറ്റ് whatever values that the society have imbibed on him is not what that is actually accurate. Okay. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ടോം സ്വേയർ വരുന്നുണ്ട് ഇവിടെ. നമ്മൾ അഡ്വഞ്ചേഴ്സ് ഓഫ് ടോം സ്വേയറിൽ നമുക്ക് ഹക്കിനെ ചെറുതായിട്ട് കാണാൻ പറ്റുന്ന പോലെ ഇവിടെ ടോം ഏറെക്കുറെ ലാസ്റ്റൊക്കെ എല്ലാം കൊളാക്കാൻ വേണ്ടിയിട്ട് വന്ന പോലെ ആൾ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ. റൊമാൻറ്റിക് ഇൻ ദ സെൻസ് നമ്മളിപ്പോൾ റൊമാൻറ്റിക് അല്ല, ഭയങ്കര ഷിവൽറിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് കൊച്ചന്നെയാണ്. ബട്ട് സ്റ്റിൽ ആ ഒരു ചെറിയ പ്രായത്തിൻ്റെ എല്ലാ പൊട്ടത്തരങ്ങളും ഉള്ള മെയിൻ ആവണം എന്നുള്ള വിചാരിച്ച് നടക്കുന്ന, ഈവൻ ഒരു സ്വന്തമായി ഒരു തീഫ് ലൈക്ക് ഒരു ബാൻഡ് ഓഫ് റോബേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് ടോം സ്വേയർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ സീക്വൽ ആണെന്നത് പറഞ്ഞു. ടോം ഇസ് എവറിത്തിങ് ദാറ്റ് ഹക്ക് ഇസ് നോട്ട്. ഹക്ക് എന്തല്ലാത്തതെല്ലാമാണ് ടോം. അപ്പം അവസാനം ഹക്കിന് തന്നെ ഇത് എന്ത് ഇയാൾ കാണിക്കുന്നതെന്ന് തോന്നുന്ന പല സമയങ്ങളുണ്ട്. പക്ഷേ ഹി ഇവൻച്വലി ഹാവ് ടു കൈൻഡ് ഓഫ് ലിസൺ ടു വാട്ട് എവർ ടോം സേസ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഹക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ടുവേർഡ്സ് ദി എൻഡ് കാണാൻ പറ്റും. അപ്പോൾ ആൾ ഈ റൊമാൻസ് നോവലിൽ വായിക്കുന്ന എല്ലാ കൈൻഡ് ഓഫ് അതോറിറ്റേറ്റീവ്സ് ആയിട്ടുള്ള ആൾക്കാരെയും എല്ലാ കൈൻഡ് ഓഫ് ഷിവൽറിക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ശരിയെന്ന് വിശ്വസിച്ച് നടക്കുന്ന ഒരാളാണ്. പിന്നെ
സൊസൈറ്റിയുടെ കൺവെൻഷനൊക്കെ കൈൻഡ് ഓഫ് അഡെയർ ചെയ്ത് പോകുന്ന ഒരു ക്യാരക്ടറായിരുന്നു. ദാറ്റ് സിവിലൈസിങ് ഫോഴ്സിനൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ആളായിരുന്നെങ്കിൽ കൂടെ ഇടയ്ക്ക് ഓരോ മണ്ടത്തരങ്ങളും കുഞ്ഞു റെബലിയനും പോലെ കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ആള് അവസാനം നമ്മളെ ഈ ടോം ഹക്കിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അത് ആൾ ചെയ്യാൻ കാരണം ബിക്കോസ് even though he knew something that really matters to Huck and Jen, ആളത് പറയാതെ ആൾ ഈ റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ആ ഒരു അഡ്വെഞ്ചറിന് വേണ്ടിയിട്ട് അത് പറയാതിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരുപാട് പ്രോബ്ലംസ്, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടറാണ് ടോം. ആൻഡ് ദെൻ കംസ് വിഡോ ഡഗ്ലസ് ആൻഡ് മിസ് വാട്സൺ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഹക്കിനെ 2 പേരുടെ അടുത്താണ് നിൽക്കുന്നുണ്ടായിരുന്നു, അവൻ്റെ ഫാദറിനെ കുറിച്ച് നടക്കുന്നുണ്ട്. 2 wealthy sisters ആണ്. ദേ ലിവ് ടുഗെദർ ഇൻ എ ലാർജ് ഹൗസ് ഇൻ പീറ്റേഴ്സ്ബർഗ്. അവർ ഹക്കിനെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിനകത്ത് മിസ് വാട്സൺ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറാണ് ദ മോസ്റ്റ് ഹിപ്പോക്രിറ്റിക്കൽ റിലീജിയസ് ആൻഡ് എത്തിക്കൽ വാല്യൂസ് നമ്മുടെ ട്വെയിൻ ക്രിറ്റിസൈസ് ചെയ്യുന്നത് ഈ ഒരു ക്യാരക്ടറിലൂടെയാണ്. ആൻഡ് ഇപ്പം മിസ് വാട്സൺ, അത് കഴിഞ്ഞ് വിഡോ ഡഗ്ലസ് ഉണ്ട്. വിഡോ ഡഗ്ലസ് കുറച്ചും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഇത്രയും കൂടി ജെന്റിലറാണ് അവരുടെ ബിലീഫിലും. ആൻഡ് ഷീ ഹാസ് മോർ പേഷ്യൻസ് വിത്ത് മിസ്ചീവിയസ് ഹക്ക്. അപ്പം ഹക്കിന് എപ്പോഴും ഇപ്പം അവൻ എന്തെങ്കിലുമൊക്കെ കുഞ്ഞ് തെറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അവരുടെ വീട്ടുകാരെന്തായാലും ഒരു എഫക്റ്റ് ഉണ്ടാവുമല്ലോ വീട്ടുകാർക്ക്. സോ അവൻ കെയർ ചെയ്യുന്നത് വിഡോ ഡഗ്ലസിനെ ഡിസപ്പോയിൻറ്റ് ചെയ്യുന്ന ആ ഒരു കാര്യത്തിന് ആലോചിച്ച് മാത്രമാണ്. അതല്ലാണ്ട് മിസ് വാട്സനെ അവൻ മൈൻഡ് ചെയ്യുന്നില്ല. വിഡോ ഡഗ്ലസിനെയാണ് അവൻ നോക്കുന്നത്. ആൻഡ് അവിടെ ഈവൻ ദോ അവർ ഭയങ്കര റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് പറയെങ്കിലും അവരാണ് അവിടെ എന്താ പറയുക സ്ലേവ്സിനെ ഓൺ ചെയ്ത് വെച്ചിട്ടുള്ളത്. ജെൻ എന്ന് പറയുന്ന മിസ് വാട്സൻ്റെ ഹൗസ് ഹോൾഡ് സ്ലേവ് ആണ്. ഒരു റിലീജിയനെ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അതിൽ വിശ്വസിക്കുന്ന അതിൻ്റെ വാല്യൂസ് ഫോളോ ചെയ്യുന്ന ഒരു സ്ത്രീയാണ് മിസ് വാട്സൺ. അതേ റിലീജിയനാണ് എല്ലാവരെയും ബ്രദറായിട്ട് കൺസിഡർ ചെയ്യണം, ആരും ഉപദ്രവിക്കരുത്, വേദനിപ്പിക്കരുത് എന്നൊക്കെ പറയുന്ന ഒരു റിലീജിയൻ. ആ റിലീജിയനെ ഫോളോ ചെയ്യുന്ന ആൾ എങ്ങനെ സ്ലേവ് ട്രേഡർ അല്ലെങ്കിൽ സ്ലേവിനെ വെച്ചുകൊണ്ടിരിക്കാൻ സമ്മതിക്കുന്നു? അതൊരു ഹിപ്പത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ആൻഡ് ദാറ്റ് ക്വസ്റ്റൻ ആണ് അവിടെ ചോദിക്കുന്നത്. സോ ജിം എന്ന് പറയുന്ന ക്യാരക്ടർ, ഹി ഈസ് ദി ഹൗസ് ഹോൾഡ് സ്ലേവ് ഓഫ് മിസ് വാട്സൺ. ആൾ ഭയങ്കര സൂപ്പർസ്റ്റീഷ്യസ് ആണ്, ഈവൻ സെൻറ്റിമെൻ്റലും ആണ് ഒക്കേഷണലി. പക്ഷേ ഇൻ്റലിജൻ്റ് ആണ്, പ്രാക്ടിക്കലാണ്. ആൻഡ് ഹീസ് അൾട്ടിമേറ്റ്ലി മോർ ഓഫ് എൻ അഡൾട്ട്സ് ദാൻ എനി വൺ എൽസ് ഇൻ ദ നോവൽ. വേറെ ആരെക്കാട്ടിലും വെച്ച് നോക്കുമ്പോൾ ആളാണ് ഒരു ബെറ്റർ പേഴ്സൺ നമുക്ക് പറയാനുള്ളത്. ജിംസ് ഫ്രീക്വൻറ്റ് ആക്ട് ഓഫ് സെൽഫ്ലെസ്നെസ്. അവൻ ഇപ്പോൾ ഈവൻ ദോ അവൻ്റെ ആ ഒരു സ്ലേവറിയുടെ എഫക്ട്സ് ആയിട്ട് അവൻ എന്താ പറയുക നാട് വിടുന്ന പോലെയൊക്കെ മാറിപ്പോകുന്നുണ്ട്, അവിടുന്ന് ഓടിപ്പോകുന്നൊക്കെ ചെയ്യുന്നുണ്ട്. ആൻഡ് ടുവേർഡ്സ് ദി എൻഡ് അവന് രക്ഷപ്പെടാനൊരു ചാൻസ് കിട്ടിയിട്ടും ടോമിനെ ഹെൽപ്പ് ചെയ്തിട്ട് അവൻ്റെ ഫ്രീഡം വേണ്ടെന്ന് വെച്ച് നിൽക്കുന്ന ഒരു കൈൻഡ് ഓഫ് പേഴ്സൺ ആണ്. സോ ഹീസ് കൈൻഡ് ഓഫ് സെൽഫ്ലെസ്. ഹി ലവ്സ് ഹക്ക് സോ മച്ച്. ഹക്കിൻ്റെ കൂടെ കുറേ കാലം ഉണ്ടായിരുന്നു. ഹക്ക് അവനെ പ്രൊട്ടക്ട് ചെയ്ത പോലെ അവനും ഹക്കിനെ പ്രൊട്ടക്ട് ചെയ്ത് അങ്ങനെ അവർ ഒരു ബോണ്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്തതാണ്. ആൻഡ് ആളുടെ ഫാമിലി. അപ്പോൾ ആളെ ഇവിടുന്ന് മിസ് വാട്സൺ വേറൊരു സ്ഥലത്ത് കുറച്ചും കൂടെ സദേൺ പേർട്സിലോട്ട് പോകുമ്പോൾ ഇതിനേക്കാളും സ്ലേവറി ഒരുപാട് സീനായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടേക്ക് വിൽക്കാൻ കൊണ്ടുപോകുന്നു എന്ന് കേട്ടത് കൊണ്ടാണ് അവൻ അവിടെ നിന്ന് ചാടിപ്പോയത്, അല്ലെങ്കിൽ അവൻ പോയില്ലായിരുന്നു. അപ്പോൾ അവൻ്റെ ഫാമിലിയിൽ നിന്ന് അവൻ സെപ്പറേറ്റ് ആക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അവൻ പോയത്. ആൻഡ് അവൻ ആ പോകുന്ന വഴിക്ക് അവൻ പ്ലാൻ ചെയ്യുന്നുണ്ട് കുറച്ച് കാശൊക്കെ ഉണ്ടാക്കിയിട്ട് അവരെ തിരിച്ച് വാങ്ങണം. ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് അവരെ ഇങ്ങനെ വിൽക്കുമല്ലോ ഒബ്വിയസ്ലി. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ആ സ്ലേവ്സ് ആയിട്ട് നിൽക്കുന്ന അവരെ തിരിച്ച് അവൻ്റെ കയ്യിലേക്ക് എത്തിക്കണം എന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ ഹിസ് ലോങ്ങിങ് ഫോർ ഹിസ് ഫാമിലി. ദെൻ ഹക്ക് ആൻഡ് ടോം ആയിട്ടുള്ള അവൻ്റെ ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു ഹ്യൂമാനിറ്റി, അത് ഈവൻ ദ വൈറ്റ് പീപ്പിൾ ആണ് ഏറ്റവും നല്ലതെന്ന് വിചാരിക്കുന്ന ആ കൂട്ടത്തിൽ വൈറ്റ് പീപ്പിളിനേക്കാളും എത്രയോ ബെറ്ററാണ് ബ്ലാക്ക് ആയിട്ടുള്ള ആൾക്കാരെന്ന് കാണിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഹക്ക്. He is a black man. He is a runaway slave. He is at the mercy of almost all other characters in the novel. He is often forced into ridiculous and degrading situation. പലപ്പോഴും അവനെ ഇട്ട് കളിയാക്കിണ്ട്. ഈവൻ ഹക്കും ചെയ്തിട്ടുണ്ട്. പല പ്രാങ്കും കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ പല പല സിറ്റുവേഷൻസ് അവൻ പോയി അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഹീസ് എ കൈൻഡ് ഓഫ് ജനറസ് പേഴ്സൺ. ദെൻ another character is പാപ്പ്. പാപ്പ് ഹക്കിൻ്റെ അച്ഛൻ. പാപ്പ് എന്ന് പറയുന്ന പേരിലാണ് വിളിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഡ്രങ്കാർഡാണ് ഈ ടൗണിലെ. ഒരിക്കലും നല്ലത് ചെയ്യില്ല. നെവർ ഡു വെൽ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഹീസ് എ വ്രെക്ക്. ഈവൻ ആള് ആദ്യം നമുക്ക് ഹക്കിന് ഒരു സീൻ ഉണ്ടാകുന്ന സമയത്ത് ഹക്കിൻ്റെ അച്ഛനാണ് മരിക്കുന്നതെന്ന് അവൻ വിചാരിക്കുന്നുണ്ട്. ആരും മരിച്ചു വെള്ളത്തിൽ ഇങ്ങനെ ഡ്രോൺ ചെയ്ത് പോകുന്ന സീൻ കണ്ടിട്ട് അവൻ വിചാരിച്ചു അവൻ്റെ അച്ഛനായിരിക്കുന്നു. അവനത് സന്തോഷം അവൻ്റെ അച്ഛനായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഹക്ക്. പിന്നെ അത് അച്ഛനല്ലെന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ അവന് ടെൻഷനാകാൻ തുടങ്ങി. പിന്നെ ഒരു ദിവസം അവൻ്റെ വീടിൻ്റെ പുറത്ത് മഞ്ഞിലൊക്കെ ഒരു ഫുട് പ്രിൻറ്റ്സ് കണ്ടിട്ട് ഉറപ്പിച്ചു അവൻ അച്ഛൻ വന്നു എന്ന് തീരുമാനമായി എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കയ്യിൽ കുറച്ച് കാശുണ്ടായിരുന്നത് അവനത് കൊണ്ടുപോയിട്ട് അവിടുത്തെ ജഡ്ജിൻ്റെ കയ്യിൽ ഏൽപ്പിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അച്ഛന് കാശാണ് വേണ്ടത്, അച്ഛൻ അതിന് വേണ്ടിയിട്ടാണ് വരുന്നത്, അതുള്ളതുകൊണ്ടാണ് വരുന്നത്. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് അവൾ വന്നത്. അപ്പം ഹക്കിനെ പിന്നെ കാണുന്നു, അവനെ
എന്താ പറയുക, അവനെ കുറേ ഉപദ്രവിക്കുക, പണ്ടൊക്കെ അടിക്കുക. അവൻ പഠിക്കാൻ പോകുന്നുണ്ട് ഇപ്പോൾ, സിവിലൈസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുടെ കൂടെയാണല്ലോ ഉള്ളത്. അപ്പം പഠിക്കാൻ പോകുന്നുണ്ട്. അവന് ഇഷ്ടമല്ലെങ്കിൽ കൂടിയും അച്ഛൻ നീ എന്നെക്കാളും മെയിൻ ആവാൻ വേണ്ടിയിട്ടല്ലേ പഠിക്കാൻ പോയത്, നീ എന്നെക്കാളും വലുതാവാൻ വേണ്ടിയിട്ടല്ലേ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. അവന് പഠിക്കാൻ പോകാൻ ഇൻട്രസ്റ്റ് വന്ന് അവൻ പോകാൻ തുടങ്ങി, നേരം പോകാൻ തുടങ്ങി, അങ്ങനെയൊക്കെ. ബട്ട് സ്റ്റിൽ അവൻ പഠിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ വിചാരം മകൻ അച്ഛനേക്കാൾ വളരുന്നത് ഇസ് നോട്ട് സംതിങ് ഗുഡ് എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഫാദറാണ് ആൻഡ് ഹീസ് ഇലിറ്ററേറ്റ്. അപ്പോൾ അതുകൊണ്ട് ഹക്കിൻ്റെ എഡ്യൂക്കേഷൻ ഡിസപ്രൂവ് ചെയ്യുന്ന ഒരാളാണ്. ആൻഡ് ഹി ബീറ്റ്സ് ഹക്ക് ഫ്രീക്വൻ്റ്ലി. ലാസ്റ്റ് അവനെ തട്ടിക്കൊണ്ട് പോകുന്നൊക്കെ ഉണ്ട്. അവസാനം അവിടെ നിന്ന് കഷ്ടപ്പെട്ടിട്ട് അവൻ ചാടി പോയിട്ടാണ് മിസിസിപ്പി റിവറിൽ ഇങ്ങനെ ഒരു ട്രാവലിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ദെൻ കംസ് ടു അതർ ക്യാരക്ടർ വിച്ച് ആർ ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്, ഹു ഇസ് ഡ്യൂക്ക് ആൻഡ് ഡോഫിൻ. അപ്പോൾ രണ്ട് എന്താ പറയുക, കോൺമെൻ ആണ്. അതായത് നമ്മൾ പറ്റിക്കാൻ വേണ്ടി വരുന്ന കുറേ ആൾക്കാരുണ്ടാവില്ലേ, കോൺമെൻ ആണ് അവർ. ഹക്കും ജിമ്മും അവരെ റെസ്ക്യൂ ചെയ്യുന്നതാണ് ആരോ ഓടിച്ചിട്ട് വരുന്ന സമയത്ത്. ആൻഡ് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇവരിങ്ങനത്തെ കുറച്ച് ആൾക്കാരാണെന്ന്. ഇപ്പോൾ ഒരാൾ പറയും ഞാൻ ഡോഫിൻ ആണ്, ഐ മീൻ ഡോഫിൻ മീൻസ് പ്രിൻസ് ആണെന്നാണ് പറയുന്നത്, ഫ്രഞ്ചിലെ പ്രിൻസ് എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. സൺ ഓഫ് കിങ് ലൂയിസ് 16 എന്നാണ് ആൾ പറയുന്നത്. ആൻഡ് ഹെയർ ടു ദ ഫ്രഞ്ച് ത്രോൺ എന്നൊരാൾ. മറ്റൊരാൾ പറയുന്നത് ഞാൻ ഡ്യൂക്ക് ആണെന്നാണ്, ഡ്യൂക്ക് ഓഫ് ബ്രിഡ്ജ് വാട്ടർ. ഓക്കെ, യാ. അപ്പോൾ അങ്ങനെ രണ്ടുപേര്, the duke and the dauphin, that is the prince or king, whatever, they are frauds. അവർ ജിമ്മും ഹക്കും കൂടെ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് ഒരുപാട് പറ്റിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പല ആൾക്കാരെ പോയിട്ട് അവർ ഇതിലൂടെ കാണിക്കുന്ന എത്രത്തോളം ഗില്ലിബിളാണ് അവിടുത്തെ ആൾക്കാരെന്നും, എങ്ങനെ എന്താ പറയുക, ആ ആൾക്കാർ എത്ര ഇതേപോലത്തെ കള്ളന്മാരുടെ ഇടയിൽ പെട്ടുപോകുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ രണ്ട് ക്യാരക്ടേഴ്സ് വന്നിട്ടുള്ളത്. അവസാനം ജിമ്മിനെ ഒരു സ്ഥലത്തോട്ട് സ്ലേവറിക്ക് വേണ്ടി വിൽക്കുന്നതും ഈ ക്യാരക്ടേഴ്സാണ്. ഓക്കെ, അങ്ങനെ ഹക്കിൻ്റെയും ജിമ്മിൻ്റെയും പ്ലാൻ എല്ലാം തകർത്തത് ഇവരായിരുന്നു. യാ, ദെൻ കംസ് ജഡ്ജ്. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു ഹക്ക് അവൻ്റെ കാശ് കൊണ്ടുപോയിട്ട് ഒരാളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ജഡ്ജ് താച്ചർ, ലോക്കൽ ജഡ്ജാണ്. വിഡോ ഡോഗ്ലസിൻ്റെ കൂടെ ഹക്കിൻ്റെ റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യുന്ന ഒരാളാണ്. സേഫ് ഗാർഡ് അവൻ്റെ മണി സേഫ് ഗാർഡ് ചെയ്യാനുണ്ടായിരുന്ന ആളായിരുന്നു. യാ, അപ്പോൾ ഹക്ക് പിന്നെ ഫാദർ വരുന്നു എന്ന് കണ്ടപ്പോൾ അവൻ വേഗം പോയിട്ട് ആളുടെ കൊടുത്തു. അച്ഛൻ വന്ന് ചോദിച്ചാൽ കൊടുക്കരുതെന്നും പറഞ്ഞിട്ട്. ഓക്കെ, ദെൻ വേറെ നമുക്ക് രണ്ട് കൈൻഡ് ഓഫ് ഫാമിലീനെ കാണാൻ പറ്റും, ദ ഗ്രാൻഡ്ഫോർഡ്സ് ആൻഡ് ദ ഷെപ്പേർഡ്സൺ. അപ്പോൾ ഈ റിവറിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അവരുടെ ആ ഒരു ബോട്ടിന് ഒരു പ്രശ്നമൊക്കെ ഉണ്ടായി. അവിടെ ഹക്കും ജിമ്മും സ്പ്ലിറ്റ് ആവുന്നുണ്ട്. ആൻഡ് ഹക്ക് പോയി എത്തിപ്പെടുന്ന ഒരു ഫാമിലിയുടെ പേരാണ് ഗ്രാൻഡ്ഫോർഡ്. ഫാമിലിയാണ്. ആ ഫാമിലിയിൽ അവരും ഈ ഷെപ്പേർഡ്സിനും എപ്പോഴും ഫൈറ്റിലാണ്. ദേ ആർ ഓൾവേസ് ഇൻ എ ഫ്യൂഡ്. അവർക്ക് തന്നെ അറിയില്ല അവർ എന്തിനെത്ര കാലം ഫൈറ്റ് ചെയ്യുന്നത്. കുറേ കാലം ഇത് തുടങ്ങിയിട്ട് ഇതിനൊരു അവസാനമില്ല. അവർ പള്ളിയിൽ ഭയങ്കര വിശ്വാസികളാണ്. പള്ളിയിലൊക്കെ പോകും. പള്ളി പോകുന്ന സമയത്തും ഗണ്ണും പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. പള്ളിയിലോട്ടാണ് ഗണ്ണും പിടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അപ്പം ഗണ്ണു പോലിടാം. അതിന് വേണ്ടിയിട്ട് ഗണ്ണും പിടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരാണ്. ഈവൻ ഹക്ക് അവിടെ താമസിക്കുന്ന സമയത്ത് അവനൊരു സ്ലേവിന് അവിടെയും കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബക്ക് എന്നാണ് അവൻ്റെ പേര്. അതിനുശേഷം ഈ ഗ്രാൻഡ്ഫോർത്തിൽ ഒരു ലേഡി, ഐ ഗെസ് യെസ് ലേഡി, ആൻഡ് മറ്റേ ഷെപ്പേർഡ്സിനുള്ള ഒരാളും കൂടെ കല്യാണം കഴിച്ച്, ആ കല്യാണം കഴിച്ചപ്പോൾ അവിടെ അടിയും ബഹള യുദ്ധമായി. അതിനകത്ത് ഈ ബക്ക് മരിച്ചു പോകുന്നുണ്ട്. അവിടെ ഒരുപാട് പേര് മരിച്ചു പോകുന്നുണ്ട്. ആൻഡ് ഹക്ക് അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ ഓടി രക്ഷപ്പെട്ട് തിരിച്ചു വന്ന സമയത്ത് അവൻ ജിമ്മിനെ കാണുന്നു. ആൻഡ് ദേ ഗോട്ട് യുണൈറ്റഡ് ആൻഡ് ദേ സ്റ്റാർട്ടഡ് ദേ ജേർണി ടുഗെദർ അഗൈൻ. ഓക്കെ, അപ്പം അങ്ങനെ രണ്ടാൾക്കാർ വേണ്ട. അവൻ അങ്ങോട്ട് വന്ന സമയത്ത് കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള ഗ്രാൻഡ്ഫോർഡ്സ് അവനെ അക്സെപ്റ്റ് ചെയ്തു. അവന് ഒരു പ്ലേസ് കൊടുത്തു, അവന് ഫുഡ് കൊടുത്തു. വൈ? ബിക്കോസ് അവൻ ഷെപ്പേർഡ്സ് എന്ന ആളല്ല. അവൻ്റെ അടുത്ത് പേര് ചോദിച്ചു. ആൻഡ് അവൻ പല സ്ഥലങ്ങളിൽ ഇതേപോലെ ഇപ്പോൾ ഇങ്ങോട്ട് എത്തുന്നതിന് മുന്നേ അവൻ ഒരു പെൺകുട്ടിയുടെ വേഷമൊക്കെ കിട്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവൻ പല പേരുകൾ പറയുന്നുണ്ട്. അവസാനം പോയിട്ടുണ്ടായിരുന്നു സ്ത്രീയുടെ വീട്ടിലേക്കായിരുന്നു. അവർ പൊക്കി. അവർ എന്താ അതിൻ്റെ പേരെന്നൊക്കെ ചോദിച്ചപ്പോൾ അവന് പറയാൻ പറ്റിയില്ല. അവൻ പെൺകുട്ടിയായിട്ട് വന്നത് ലൈക്ക് ദേ ഡോണ്ട് കെയർ. അവർക്ക് ഹക്കിനെ കുറിച്ചായിരുന്നു അവർക്ക് കൺസേൺ ഉണ്ടായിരുന്നത്. പക്ഷേ ജിമ്മിനെ കുറിച്ച് അവർക്ക് കൺസേൺ ഉണ്ടായിരുന്നില്ല. അവരുടെ ഭർത്താവ് ജിമ്മിനെ തപ്പി ഇറങ്ങാൻ പോവുകയാണ്. ആ ഒരു ജാക്സൺ ഐലൻഡ് എന്ന് പറഞ്ഞ ഐലൻഡിലാണ് ഹക്കും ജിമ്മും കൂടെ ആ സമയത്ത് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങോട്ട് തപ്പാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവൻ വേഗം പോയിട്ട് ജിമ്മിൻ്റെ അടുത്തൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമായിരുന്നു. അപ്പോൾ ഇതേപോലെ ഈ ഗ്രാൻഡ്ഫോർഡ്സിൻ്റെ അടുത്ത് എത്തിയപ്പോഴും ഹക്ക് എന്താ ചെയ്യുന്നത്? അവൻ്റെ സ്വന്തം പേരല്ല പറയണം, അവൻ വേറെ പേരായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പക്ഷെ എന്നാലും ഗ്രാൻഡ്ഫോർഡ്സ് അവനോട് ഭയങ്കര കൈൻഡ് ഹാർട്ടഡ് ആയിരുന്നു. അവനൊരു പ്ലേസ് ഒക്കെ കൊടുത്തു, ഇവനൊരു സ്ലേവിനൊക്കെ കൊടുത്തു. പക്ഷെ അവർ രണ്ടുപേരും ആ ഒരു രണ്ട് ഫാമിലിനെ കാണിക്കുന്ന അവർ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ഒരു ഫൈറ്റ് കാണിക്കുന്ന ആ ഒരു ഫാമിലി ഓണറിൻ്റെ പേരിൽ റൊമാൻറ്റിസൈസ് ആയിട്ടുള്ള ആ ഒരു ഐഡിയ വെച്ചിട്ട് അവർ ഫൈറ്റ് ചെയ്യുന്നതൊക്കെ കാണിക്കുന്നത് അവിടെ ട്വെയിൻ ആക്ച്വലി യൂസസ് ദിസ് ടു ഫാമിലി ടു കൈൻഡ് ഓഫ് ബ്രിങ് അബൌട്ട് എ ഹ്യൂമർ. ആൻഡ് ദാറ്റ് ഫ്യൂഡ് ഗെറ്റ്സ് മെനി ഓഫ് ദം കിൽഡ്. ഓക്കെ, അങ്ങനെയാണ് അത് അവസാനിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ഫാമിലി അല്ലാണ്ട് ലാസ്റ്റ് നമുക്ക് ഒരു വിൽക്സ് ഫാമിലി കാണാൻ പറ്റും. വിൽക്സ് ഫാമിലി എന്ന് പറയുന്നത് മിസ്റ്റർ പീറ്റർ വിൽക്സ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. ആൾ മരിച്ചപ്പോൾ ആളുടെ സ്വത്ത് ആളുടെ രണ്ട് ബ്രദേഴ്സിന് എഴുതി വെച്ചിട്ടുണ്ടാണെന്ന് ഈ ഒരു കിങ്ങും ഡ്യൂക്കും ഒരു സമയത്ത് അറിഞ്ഞ് അവർ പിന്നെ ആ വേഷം കെട്ടി അവിടെ പോയി അവിടെ ലോരെ ചതിക്കുന്നുണ്ട്. അപ്പോൾ വിൽക്സ് ഫാമിലി അവർ വിശ്വസിച്ചു അയാൾ തന്നെയാണെന്ന്. എന്നിട്ട് അവിടുത്തെ സ്ലേവ്സിനെ
സമ്മതിച്ചു, ആ വീടൊക്കെ വിൽക്കാൻ സമ്മതിച്ചു, വേണമെങ്കിൽ ഞങ്ങൾ കൂടെ ഇംഗ്ലണ്ടിലോട്ട് വരാമെന്ന് സമ്മതിച്ചു. അങ്ങനെയൊക്കെ ഒരു സീനും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ആ കോൺവെന്റിന്റെ കയ്യിൽ പെട്ടുപോകേണ്ട ഒരു ക്യാരക്ടേഴ്സ് ആയിരുന്നു ആ വിൽക്സ് ഫാമിലിയിലുള്ളവർ. അവസാനം റിയൽ ബ്രദേഴ്സ് വന്ന് അവിടെ ആകെ അതിൻ്റെ പേരിൽ അടിയും കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ ഹക്ക് അവിടുത്തെ കുറച്ച് കാശ് അയാളുടെ കയ്യിൽ അവരുടെ കയ്യിൽ കൊടുക്കാണ്ടായിരുന്നത് അതുകൊണ്ടായിട്ട് ഈ പീറ്ററിനെ കുറിച്ചുണ്ടായിരുന്ന ആ ഒരു കോഫിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ച് അത് പിന്നെ അവസാനം തുറന്നെടുത്ത് അങ്ങനെ കുറേ സീനും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ഇവിടെ നിന്ന് എന്താ പറയുക, അവർക്ക് കാശുണ്ടാക്കാൻ പറ്റിയിട്ടില്ലാത്ത ആ ഒരു സമയത്താണ് അവർ ജിമ്മിനെ വിൽക്കുന്നത്. ഓക്കെ, ദെൻ വേറെ നമുക്ക് കാണാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ടോം സ്വേയറിൻ്റെ അങ്കിൾ ആണ്ടും വരുന്നുണ്ട്, സൈലസ് ആൻഡ് സാലി ഫെൽപ്സ്. അപ്പോൾ ഇവർ എന്തോ ഭാഗ്യവശാൽ ഓർ നിർഭാഗ്യവശാൽ ഹക്കിൻ്റെ അടുത്തുണ്ടായിരുന്ന ജിമ്മിനെ വാങ്ങിയത് മറ്റേ ആൾക്കാർ വിറ്റപ്പോൾ വാങ്ങിയത് ഈ ഫെൽപ്സ് ആയിരുന്നു. സാലി അല്ലെങ്കിൽ സൈലസ് ആ ഫാമിലി ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഹക്ക് എങ്ങനെയൊക്കെയോ അവസാനം ഇവരുടെ വീട്ടിലെത്തിയപ്പോൾ ആ ടോമിൻ്റെ ആണ്ട് പെട്ടെന്ന് ഇവനെ കണ്ടിട്ട് തെറ്റിദ്ധരിച്ചു ടോം ആണെന്ന്. അതിൻ്റെ അവനത് അഭിനയിച്ചു നിന്നു ടോം ആണെന്ന്. എന്നിട്ട് റിയൽ ടോം വന്ന സമയത്ത് ടോം എന്താ പറയുക, ഹക്കായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ടോമിൻ്റെ ബ്രദറായിട്ട് അവിടെ അഭിനയിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അവിടെ പോയിട്ടുണ്ടായിരുന്നത്. അവരുടെ കയ്യിലായിരുന്നു അവനെ കിട്ടിയിട്ടുണ്ടായിരുന്നത് ജിമ്മിനെ. അവനെ പൂട്ടിയിടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് അവനെ രക്ഷിക്കലായിരുന്നു ഹക്കിൻ്റെയും ടോമിൻ്റെയും പണി. ഓക്കെ, ദെൻ നമുക്ക് കാണാൻ പറ്റുന്ന വേറൊരു ക്യാരക്ടർ ആൻറ്റ് പോളി ടോം സ്വേയറിൻ്റെ ഒരു ആണ്ടാണ്, ഗാർഡിയൻ ആണ് അവൻ്റെ. സാലി വെൽസിൻ്റെ സിസ്റ്റർ ആയിരുന്നു. അപ്പോൾ അവസാനം ആൻറ്റ് പോളി വന്നിട്ട് ഇത് രണ്ടുപേരും ഇത് ഹക്കും മറ്റേത് ടോം ആണെന്ന് പറഞ്ഞു. ടോം ശരിക്കും അവിടെ അവൻ്റെ അനിയനായിട്ട് പ്രിറ്റൻഡ് ചെയ്യായിരുന്നല്ലോ. അപ്പോൾ അത് തുറന്നു പറയുന്നത് ആൻറ്റ് പോളിയാണ്. സോ ദിസ് ആർ ദി ക്യാരക്ടേഴ്സ് ദാറ്റ് ആർ കൈൻഡ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദി നോവൽ. നമുക്ക് സമ്മറി നോക്കാം. സമ്മറി കൈൻഡ് ഓഫ് ഫേക്ക് സമ്മറിയാണ്, ബിക്കോസ് ഞാൻ ഇവിടെ തന്നെ ഓൾ ടുഗെദർ ഒരു സമ്മറി പറഞ്ഞു. അപ്പോൾ ഹക്കിൾബറി ഫിൻ തുടങ്ങുന്നത് തന്നെ ഒരു ടോം സ്വേയറിലുണ്ടായിരുന്ന ഒരു കാര്യത്തിൻ്റെ ഭാഗങ്ങൾ വെച്ച് പ്രൊസീഡ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്തിട്ടായിരുന്നു വരുന്നത്. ഫെമിലറൈസിങ് അസ് വിത്ത് ദ ഈവൻറ്റ്സ് ദാറ്റ് ഹാഡ് പ്രൊസീഡഡ് ഇൻ ദി ടോം സ്വേയർ. അപ്പോൾ 2 നോവലും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന എവിടെയായിരുന്നു? പീറ്റേഴ്സ്ബർഗ് എന്ന് പറയുന്ന സ്ഥലത്ത് മിസോറിയിലാണ്, വിച്ച് ലൈസ് ഇൻ ദ ബാങ്ക്സ് ഓഫ് റിവർ മിസിസിപ്പി. ടോം സ്വേയറിൻ്റെ കഥയിൽ അവസാനം ഹക്കിൾബറി ഫിന്നിന് എന്താ പറയുക, കുറച്ച് കാശൊക്കെ കിട്ടുന്നൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഹക്കിനെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വിഡോ ഡോഗ്ലസ്. ഷീ വാസ് ലിവിങ് വിത്ത് ഹർ സിസ്റ്റർ, സെൽഫ് റൈഷ്യസ് ആയിട്ടുള്ള മിസ് വാട്സൺ. അവർക്കൊരു സ്ലേവ് ഉണ്ടായിരുന്നു, ജിം. ആൻഡ് ഈ ഒരു നോവൽ തുറക്കുന്ന സമയത്ത് നമുക്ക് ഹക്ക് എന്താ പറയുക, ഈ ഒരു പുതിയ ലൈഫ് വെച്ച് മടുത്തിരിക്കുമായിരുന്നു. ലൈക്ക് ആ ഒരു പുതിയ മാനേഴ്സ്, ചർച്ച്, സ്കൂൾ, ക്ലെൻലിനെസ്, ഈ വക കാര്യങ്ങളൊന്നും അവന് ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പം എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ടോം സ്വേയർ വരുന്നതും. ടോം സ്വേയറിൻ്റെ അവൻ പെർസ്യൂഡ് ചെയ്തിട്ടാണ് ഹക്ക് പോവാതെയൊക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആൾ പറഞ്ഞു നമുക്കൊരു ഗ്യാങ് ഒക്കെ തുടങ്ങാം, നമുക്ക് ഒരുമിച്ച് നിൽക്കാം, റോബേഴ്സ് ഗ്യാങ് തുടങ്ങാം, അങ്ങനെ ഇങ്ങനെ ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ശരിയാവാൻ പറഞ്ഞിട്ട് ഓക്കെ പറഞ്ഞു. ഈ ഒരു ഗ്യാങ്ങിൻ്റെ കാര്യം വന്നപ്പോഴും ഗ്യാങ്ങിനാണ് ഈ ഒടുക്കത്തെ നിയമങ്ങൾ. നമ്മൾ പറഞ്ഞ ആരും അങ്ങോട്ട് ബിട്രേ ചെയ്യാൻ പാടില്ല, ബിട്രേ ചെയ്യുവാണെങ്കിൽ ഒരു ഫാമിലി മെമ്പറിനെ കൊല്ലും, അങ്ങനെ ഇങ്ങനെയൊക്കെ വയലൻസ് ആണ് അവിടെ കാണുന്നത്. ഓക്കെ, അങ്ങനെ അവൻ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പാപ്പ തിരിച്ചു വരുന്നത്. ആൾ വന്ന് ആ കാശിന് വേണ്ടിയിട്ട് കുറേ അടിയും ബഹളം യുദ്ധമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അവൻ കാശ് കൊണ്ടിട്ട് ജഡ്ജ് ആച്ചൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഇവനെ എന്താ പറയുക, ഇവൻ്റെ ആ ഒരു എന്താ പറയുക ഓണർഷിപ്പിന് വേണ്ടിയിട്ട് അവിടെ ചെറിയ പ്രശ്നം നടക്കുന്നത്. വിഡോവും ജഡ്ജ് ടാച്ചറും അവൻ്റെ ലീഗൽ കസ്റ്റഡിക്ക് വേണ്ടി നിൽക്കുന്നുണ്ട്. പക്ഷേ അവിടുത്തെ പുതിയ ജഡ്ജ് എന്താണ് പറഞ്ഞത്, ഹക്കിൻ്റെ എന്താ പറയുക ഒരു റൈറ്റ് ഓണർഷിപ്പ് ഫാദറിനാണ്, ഫാദറിനെയും സണ്ണിനെയും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നായിരുന്നു. എന്നിട്ട് പിന്നെ വീണ്ടും ഇയാൾ അവൻ്റെ നിന്നുള്ള കാശൊക്കെ വാങ്ങി, കുറച്ച് കാശ് അവൻ്റെ അടുത്തുണ്ടായിരുന്നത് ഒരു $1 $3 വെച്ച് കൊടുത്തിട്ട് അതൊക്കെ മുഴുവൻ കുടിച്ച് അവിടെ സീനായി. ആൾ അങ്ങനെ എന്തെങ്കിലും കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോലീസ് പിടിക്കും. അങ്ങനെ സീനായിട്ട് അവസാനം ഈ അവിടുത്തെ ജഡ്ജിന് മനസ്സിലായി ഇയാളെ നന്നാക്കാൻ പറ്റൂല എന്ന്. അങ്ങനെ എന്താ പറയുക അവനെ ഇവരുടെ വീട്ടിൽ വിട്ടു, മിസ് വാട്സന്റെ വീട്ടിലോട്ട് വിട്ടു. പക്ഷെ ലേറ്റർ അച്ഛൻ വന്ന് അവനെ തട്ടിക്കൊണ്ടുപോയിട്ട് റിവർ സൈഡിൽ ഒരു വീടിൻ്റെ ഉള്ളിൽ അവനെ പൂട്ടിയിടുമായിരുന്നു. പലപ്പോഴും കുടിച്ചിട്ട് വരും ഇവനെ അടിച്ച് സീനൊക്കെ ആക്കും. അങ്ങനെ അവനെ അവിടുന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ദിവസം ഒരു ദിവസം കുടിച്ച് വന്നിട്ട് അച്ഛൻ തന്നെ ബോധമില്ല, അച്ഛൻ എന്താ പറയുന്ന ഒരു ഗുഡ് ഏഞ്ചലിനെ മറ്റേ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഓടിക്കുന്നുണ്ടായിരുന്നു ആ വീട്ടിൻ്റെ ഉള്ളിൽ. എങ്ങനെയോ അവൻ അവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് രക്ഷപ്പെട്ടു. അവൻ ഇങ്ങനെ ഗണ്ണൊക്കെ പിടിച്ചിട്ട് അച്ഛനെ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ അച്ഛനെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഗണ്ണൊക്കെ പിടിച്ച് നിൽക്കായിരുന്നു. പക്ഷെ അവൻ അവിടെ ഉറങ്ങിപ്പോയി. അപ്പോൾ രാവിലെ നീച്ചപ്പോൾ എന്താ അതിൻ്റെ കയ്യിൽ ഗണ്ണ് ചോദിച്ചപ്പോൾ അതുകൂടെ ഒരാൾ കാരണം അതിൽ കൂടെ പോകണുണ്ടോ, അപ്പോൾ ഞാൻ അതിന് ധൈര്യത്തിന് വേണ്ടി പിടിച്ചതെന്നൊക്കെ പറഞ്ഞ് അവനെ അഡ്ജസ്റ്റ് ചെയ്തു. ലേറ്റർ പിന്നെ അച്ഛൻ പോയതിന് ശേഷം അവൻ എന്തായാലും എസ്കേപ്പ് ചെയ്തേ പറ്റുള്ളൂ പറഞ്ഞ് അവൻ പിന്നെ ഒരു ദിവസം പുറത്തിറങ്ങിയ സമയത്ത് ഒരു ബോട്ട് ക്യാനിയോ കണ്ടു. അവൻ അതിനെ സെറ്റാക്കി ഒളിപ്പിച്ച് വെച്ചു. അതിന് അടുത്ത ദിവസം ഓരോ സമയവും അവൻ ഇങ്ങനെ പ്ലാൻ ചെയ്ത് പ്ലോട്ട് ചെയ്ത് ഓരോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത്
അവൻ ഓരോ സാധനങ്ങളാക്കി അവൻ്റെ ആ ബോട്ടിലോട്ട് ഇങ്ങനെ കയറ്റി അവസാനം അവൻ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ നിൽക്കുന്ന ദിവസം ഒരു പന്നീനെ കൊന്ന് അവിടെ മുഴുവൻ ചോരയൊക്കെ പരത്തി അവൻ ആരോ കൊന്നിട്ട് പോയതാന്ന് കാണിക്കാൻ വേണ്ടി അവൻ അങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്ത് അവസാനം ഈ ബോട്ടിന് മേളിൽ കയറി കടന്ന് അവൻ അറിയാൻ ക്ഷീണം കൊണ്ട് ഇറങ്ങിപ്പോയി പാവം. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് അവൻ നീക്കുന്ന സമയത്ത് അതാ വരുന്നു വേറെ ബോട്ട്. അവൻ രാത്രി കുറച്ച് ഇരുട്ടായതുകൊണ്ട് കാണുന്നില്ല, നോക്കുമ്പോൾ അവൻ്റെ പപ്പ. അവൻ വേഗം എങ്ങനെയൊക്കെയോ വണ്ടി ഓടിച്ച് ബോട്ടൊക്കെ ഓടിച്ച് അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ രക്ഷപ്പെട്ട് അവൻ എത്തുന്ന ഐലൻഡാണ് ജാക്സൺ ഐലൻഡ്. ഈ ജാക്സൺ ഐലൻഡിൽ എത്തിയപ്പോൾ അവന് കുറച്ച് അവിടെ ആദ്യം ഒരു ബ്രെഡ് പീസൊക്കെ കണ്ടു. അവൻ വിശന്നിട്ട് വേഗം അവൻ കഴിക്കൊക്കെ ഉണ്ടായി. അതിനുശേഷം പിന്നെ അവിടെ ആരോ ഉണ്ടെന്ന് തോന്നിയിട്ട് അവിടെ ഹൈഡൊക്കെ ചെയ്തിരിക്കുന്നുണ്ട്. പിന്നെ അവൻ പുറത്ത് വന്നിട്ട് അടുത്ത ദിവസം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മറ്റേ നോക്കുന്ന സമയത്ത് അവിടെ ആരോ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഈ മറ്റേ തീ കത്തിച്ച് വെക്കില്ലേ, അതിൻ്റെ കുറച്ച് റിമെയിൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ലേറ്റർ അവൻ പിന്നെ അത് ആരാന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയി നോക്കുന്ന സമയത്ത് ജിം. ഓക്കെ, അപ്പോൾ ജിം എന്താ ഇവിടെ നിന്നൊക്കെ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ അവർ വിൽക്കാൻ നോക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഓടി വന്നതാണ്, ഞാൻ ഉണ്ടെന്ന് പറയരുത്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ അവൻ കുറേ പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും ശരിയെന്ന് പറഞ്ഞിട്ട് ജേർണി തുടങ്ങാൻ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ അവർ ജേർണിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പല പല കാര്യങ്ങളും ഉണ്ടാവുന്നുണ്ട്. ഒരു വീട് ഒലിച്ചു വരുന്ന കണ്ടിട്ട് അവർ ആ വീടിനെ ലൂട്ട് ചെയ്യുന്നുണ്ട്. നോക്കുമ്പോൾ അതിനകത്തൊരു ഡെഡ് ബോഡി കിടക്കുന്നുണ്ട്. അപ്പോൾ ജിമ്മാണെങ്കിൽ ഒരു സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള ക്യാരക്ടർ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ജിം ഹക്കിനോട് പറഞ്ഞിട്ട് നീ നോക്കേണ്ട ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ച്വലി അത് ഹക്കിൻ്റെ ഫാദർ ആയിരുന്നു. പക്ഷെ ജിം അത് കാണിച്ചു കൊടുത്തില്ല. മേ ബി അവൻ എന്തെങ്കിലും തോന്നിയാണെന്ന് വെച്ചിട്ടായിരിക്കാം. അതർവൈസ് ഇപ്പോൾ ജിമ്മ് ഇത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ അച്ഛൻ മരിച്ചെന്ന് കഴിഞ്ഞാൽ അവൻ ഓക്കെ ആവും, അവൻ തിരിച്ച് നാട്ടിലോട്ട് പോകും. നാട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ അവനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുള്ള പേടിയും കൊണ്ടായിരിക്കാം അവനത് ചെയ്തില്ല. അങ്ങനെ ലേറ്റർ അവർ വീണ്ടും ഇങ്ങനെ അവർ ട്രാവൽ ചെയ്ത സമയത്താണ് അവൻ ഒരു സ്ഥലത്തെത്തിയിട്ട് അവിടെ പോയി നോക്കുന്നത്, പെൺകുട്ടിയുടെ വേഷം കെട്ടിയിട്ട് പോയി നോക്കുന്നത്. അവൻ പല പല പേര് അവിടെ പറയുന്നുണ്ട്. പക്ഷേ അവസാനം ആ വീട്ടിലെ സ്ത്രീ കണ്ടുപിടിച്ചു. എന്നിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അവരുടെ ഹസ്ബൻഡ് തപ്പി തിരയാൻ പോവാണ് ഇവരെന്ന്. അങ്ങനെ അവർ അവിടെ നിന്ന് മാറി പിന്നെയും അവർ ട്രാവൽ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവർ സ്പ്ലിറ്റായി പോകുന്നത്. അങ്ങനെ അവർ സ്പ്ലിറ്റായി പോകുന്ന സമയത്ത് ഇങ്ങനെ ആഞ്ചൽ ഫോർഡ്സിൻ്റെ അടുത്തും ഷെപ്പേർഡ്സൺസിൻ്റെ അടുത്തും എത്തുന്നുണ്ട്. പിന്നെ കുറേ കാലം കഴിഞ്ഞ് അവർ വീണ്ടും റീയൂണൈറ്റഡ് ആവുന്നുണ്ട്. പിന്നെ അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ലേറ്റ് കുറച്ച് കഴിഞ്ഞ സമയത്ത് എന്താ പറയുക, അവിടെ ഒരു ഇങ്ങനെ പോലീസുകൾ സെർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഓടിപ്പോയ സ്ലേവ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ പറയുക, ബോട്ടിൽ ആരാളുള്ളതെന്ന് ചോദിക്കുമ്പോൾ ഹക്ക് ജിമ്മിന് അവന് വേണമെങ്കിൽ കാട്ടിക്കൊടുക്കായിരുന്നു. പക്ഷെ അവൻ ചെയ്തില്ല. അവൻ പറഞ്ഞു അവൻ്റെ അച്ഛനാണ്, ആൾക്ക് സ്മോൾ ബോക്സ് വന്നിട്ടിരിക്കുകയാണ്. അന്ന് അത് നല്ല സ്പ്രെഡ് ചെയ്ത് പോകുന്നൊരു അസുഖമായിരുന്നു. അതുകൊണ്ട് അവർ വേഗം എന്ത് ചെയ്തു, എന്നാൽ വേണ്ട തുറക്കേണ്ട, അടുത്തേക്ക് വരണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് കാശ് അവൻ്റെ ഏൽപ്പിച്ചിട്ട് അവർ പോയി. അപ്പം അവിടെ ഹക്ക് അങ്ങനെ ചെയ്ത് കണ്ടപ്പോൾ ജിമ്മിന് ഭയങ്കര സന്തോഷമായി. ജിമ്മ് അവനെ കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതായത് കാണിച്ചു കൊടുത്തില്ലല്ലോ, അവനെ എന്താ പറയുക, ലെറ്റ് ഗോ ചെയ്തില്ലല്ലോ. സോ അങ്ങനെ ഹക്ക് അവർ തീരുമാനിക്കുന്നു. പലവട്ടവും അവനെ നിന്ന് ആലോചിക്കും, ഞാൻ ചെയ്യുന്ന തെറ്റാണോ, ഞാനിത് എന്താ പറയുക മിസ് ബാറ്റ്സിനോട് ചെയ്യുന്നത് തെറ്റല്ലേ എന്നവൻ പലവട്ടം ആലോചിക്കുമെങ്കിൽ കൂടിയും അവൻ്റെ മനസ്സ് സമ്മതിക്കില്ല. അതായത് അവൻ തിരിച്ച് അവനെ അങ്ങോട്ട് പറഞ്ഞേക്കാൻ സൊസൈറ്റിയുടെ ആ റൂൾസിന് കൺഫേം ചെയ്തിട്ട് അവൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. അവൻ്റെ ഹാർട്ടിനെ ഫോളോ ചെയ്യുമായിരുന്നു. ജിമ്മിനെ ആലോചിക്കുമ്പോൾ അവൻ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് പലവട്ടവും. പിന്നെ സെൻറ്റ് ലൂയിസിൻ്റെ അടുത്ത് അവരിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ഒരു ടൗണാണ്, ഒരു സ്ഥലമാണ്, അവിടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഗ്യാങ് ഓഫ് റോബേഴ്സ് വരുന്നതും അവരുടെ അടുത്ത് നിന്ന് അവർ വെക്ടായിട്ടുള്ളൊരു സ്റ്റീം ബോട്ടിൽ അവർ വരുന്നുണ്ടായിരുന്നു. അവരുടെ അടുത്ത് എങ്ങനെയൊക്കെയോ അവർ കഷ്ടപ്പെട്ട് രക്ഷപ്പെടുകയൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ പ്ലാൻ എന്ന് പറയുന്നത് മിസിസിപ്പി റിവറിന് പോയി ഓഹിയോ റിവറിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് കയറി ഫ്രീ സ്റ്റേറ്റ്സിലെത്തുക, സ്ലേവ്സിന് സമാധാനമായി ജീവിക്കാൻ പറ്റുന്ന, ഫ്രീ ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന ഫ്രീ സ്റ്റേറ്റ്സിലെത്തുക എന്നായിരുന്നു അവരുടെ പ്ലാൻ. വേർ സ്ലേവറി ഈസ് പ്രൊഹിബിറ്റഡ്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവർക്ക് പല പല കാര്യങ്ങൾ വരുന്നത്. ഒരു തിക്കായിട്ടുള്ളൊരു നൈറ്റ്, ഒരുപാട് ഫോഗൊക്കെ ഉള്ളൊരു നൈറ്റ്. ഹക്ക് ആൻഡ് ജിം മിസ് ദ മൗത്ത് ഓഫ് ഒഹിയോ. അങ്ങോട്ട് എത്തുന്നതിന് പകരം അവർ വേറൊരു സ്ഥലത്തോട്ടാണ് അവരുടെ വണ്ടി തിരിഞ്ഞുപോയി. അങ്ങനെ തിരിഞ്ഞുപോയി. അവരെത്തേണ്ടതായിരുന്നു, പക്ഷേ അത് തിരിഞ്ഞുപോയി, അവർക്ക് ഭാഗ്യമില്ല. അപ്പോൾ അവർ അവിടെ നിന്നാണ് പോലീസുകാരെയൊക്കെ കാണുന്നത്. പക്ഷെ സ്മോൾ ബോക്സ് എന്നൊക്കെ പറഞ്ഞാൽ അവർ റാഫ്റ്റിൽ നിന്ന് അവർ അച്ഛനാണെന്നൊക്കെ പറഞ്ഞ് എങ്ങനെ രക്ഷിച്ചു അവർ അവിടുന്ന് പോയി. പിന്നെ അവരുടെ വണ്ടി സ്ലാം ബോട്ടിൽ തട്ടിയതിന് ശേഷമാണ് അവർ ആരെ കാണുന്നത്, എത്തുന്നത് ഗാഞ്ചർ ഫോർട്സിൻ്റെ അടുത്ത് ഒരു ബ്ലോട്ട് വന്ന് അതിനകത്ത് തട്ടി അവർ രണ്ടുപേരും സെപ്പറേറ്റഡ് ആയി. അവർ ഷെപ്പേർഡ്സൺ ആ ഒരു ഫാമിലിയിലെത്തി, ജിമ്മിനെ കാണാണ്ടായി. പിന്നെ അവസാനം അവൻ റാഫ്റ്റ് റിപ്പയർ ചെയ്തിട്ടാണ് അവൻ ഹക്കിൻ്റെ അടുത്തേക്ക് എത്തിയത്. അവർ രണ്ടുപേരും കൂടെ വേഗം അവർ ഈ റാഫ്റ്റൊക്കെ എടുത്തിട്ട് അവർ പോയി. അങ്ങനെ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മറ്റേ കോണായിട്ടുള്ള ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, ലൈക്ക് ആ ഒരു ഫേക്ക് ആയിട്ടുള്ള പീപ്പിൾ, ആ രണ്ട് എന്താ പറയുക ഡോഫിനാണ് അല്ലെങ്കിൽ ഡ്യൂക്കാണ് പ്രിൻസ് ആണെന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്ന ആൾക്കാർ. അപ്പം അവർ വന്നിട്ട് ഇവൻ ജിമ്മിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. സ്ലേവ് ആണോ ചോദിക്കുമ്പോൾ ഹക്ക് പറയുന്നുണ്ട്. അല്ല, ഹക്ക് പറയുന്ന കഥ അവർ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ കൂടിയും അവൻ കൺവിൻസ് ചെയ്ത് പറയാൻ പോലെ ശ്രമിച്ചിട്ടുണ്ട്. അവർ ഇവരുടെ കൂടെ വന്നു. എന്നിട്ട് അവസാനം പല പല സ്ഥലങ്ങളിൽ പോയിട്ട് പല കള്ളത്തരം കാണിച്ചു. ആദ്യം ഒരു ചേർച്ചിൽ പോയിട്ട് ഞങ്ങൾ പൈററ്റ്സ് ആണ്, ഞങ്ങൾ ഷിപ്പ് നഷ്ടപ്പെട്ടു പറഞ്ഞിട്ട് അവിടുന്ന് പറ്റാവുന്ന കാശ് മുഴുവൻ അടിച്ചു മാറ്റി. പിന്നെ വേറൊരു സ്ഥലത്തോട്ട് പോയി അവിടെ ഷേക്സ്പിയറിൻ്റെ നാടകങ്ങളൊക്കെ കാണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കുറേ നാടകങ്ങളൊക്കെ കാണിച്ച പോലെ എന്തൊക്കെയോ വെറുതെ
ഒരു ഡം ഷോ പോലത്തെ കാര്യങ്ങളൊക്കെ നടത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ അതേ സ്ഥലത്ത് തന്നെ പിന്നെ കുറച്ച് ലേറ്റർ പിന്നെ അവർ ചെയ്തിട്ടുണ്ടായിരുന്ന സ്ത്രീകൾ വരാൻ പാടില്ല, പുരുഷന്മാർക്ക് മാത്രം എന്ന് പറഞ്ഞ് പറ്റിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടായിട്ട് അവിടെ എന്താ ഒരു നേക്കഡ് മാൻ വന്നിട്ട് എന്തൊക്കെയോ കാണിച്ചുകൊണ്ട് പോകുന്നു. 2 മിനിറ്റിന്റെ പരിപാടി, സാധനം കഴിഞ്ഞു. അപ്പോൾ ആൾക്കാർ മറ്റാൾക്കാരോട് അവർ പോയി ചമ്മിപ്പോയി എന്ന് പറയാൻ മടിയുള്ളതുകൊണ്ട് നല്ല പരിപാടി കാണാൻ നോക്കോ എന്ന് പറഞ്ഞ് ബാക്കിയുള്ള ആൾക്കാരും വന്ന് അതിന് 2ാമത്തെ വട്ടം വരുമ്പോൾ ഒരു മുട്ടയും സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഒന്ന് എറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ സമയത്ത് അവർ ഹക്കിനെയും അവർക്ക് കാര്യം മനസ്സിലായി, ഹക്കിനെയും ജിമ്മിനെയാണ് അവിടെ നിർത്തിയത്. അവസാനം അവർ മുട്ട കയറി കണ്ടപ്പോൾ അവർ വേഗം അവിടെ നിന്ന് ഓടിപ്പോയി, ഇവർ ഓടിപ്പോയി. അങ്ങനെ അവർ ഓടി, ഹക്കൻ ജിമ്മും വേഗം ഓടി കയറി എന്നാൽ ഇവരും പിന്നാലെ വന്നു. അങ്ങനെ പിന്നെ അവർ ആ ഒരു സമയത്ത് പിന്നെ ഒരു മിസ്റ്റർ പീറ്ററിന്റെ അവർ മരിച്ചു 2 ബ്രദേഴ്സിനാണെന്ന് ഏതൊരു മനുഷ്യൻ്റെ കേൾക്കുന്നുണ്ട്. ഇനി ആ സ്ഥലത്തോട്ട് പോയിട്ട് അവർ പീറ്ററിന്റെ ബ്രദർ ആവാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ കുറേ പറ്റിച്ച് ജീവിക്കുന്ന ആൾക്കാർ. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ പീറ്ററിന്റെ അവിടെ പോയിട്ടുണ്ടായ കാര്യങ്ങൾ. അവിടുന്ന് സ്വത്തും കാര്യങ്ങളൊക്കെ എഴുതിയെടുത്ത് ലേറ്റർ ആ സ്വത്ത് പിന്നെ ഹക്കിന് ഭയങ്കര സങ്കടം ഇത് ഇങ്ങനെ ചെയ്യണുണ്ട്. അവർ ആ സിസ്റ്റേഴ്സിൻ്റെ ഒക്കെ ലവ് കണ്ടിട്ട് അപ്പോൾ അവർ തിരിച്ച് നാട്ടിൽ വരെ അതെല്ലാം വിറ്റിട്ട് പോകാം എന്ന് മീൻ ഇംഗ്ലണ്ടിലോട്ട് വരാം ഈ അവരുടെ കൂടെ എന്നൊക്കെ പറഞ്ഞ് അത്രയും വിശ്വസിച്ച് നിൽക്കുന്ന സമയത്ത് ഹക്കിന് പറ്റിക്കാൻ തോന്നാത്തതുകൊണ്ട് ഹക്ക് എന്ത് ചെയ്തു, ആ കാശൊക്കെ കൊണ്ടുപോയിട്ട് ഈ പീറ്ററിൻ്റെ ആ ഒരു കഫനിലിട്ടു. എന്നിട്ട് അത് മൂടിപ്പോയി. ആൻഡ് പിന്നെ അതിനുശേഷം അവിടുത്തെ സ്ലേവ്സിനെയൊക്കെ വിൽക്കുന്നുണ്ട്, ഫാമിലിനൊക്കെ സെപ്പറേറ്റ് ആക്കുന്ന കണ്ടിട്ട് ആ സിസ്റ്റേഴ്സിനൊക്കെ നല്ല വിഷമം വരുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് റിയൽ ആയിട്ടുള്ള ബ്രദേഴ്സ് വന്നിട്ട് നാട്ടുകാരൊക്കെ ഇടപെട്ട് സീനായി. അങ്ങനെയാണ് അവസാനം അത് ഫേക്കാണെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ ഫേക്കാണെന്ന് മനസ്സിലായി അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്താണ് അവരെന്ത് ചെയ്താൽ അവർക്ക് കാശ് കിട്ടണം എന്നുള്ള എന്ത് വഴിയിലാണെങ്കിൽ അവർക്ക് കാശ് കിട്ടണം. അതുകൊണ്ട് ജിമ്മിന് നേരത്തെ കൂട്ടി അവർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ജിമ്മിൻ്റെ ആ ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു, അവന് വാണ്ടഡ് ആണ്, ഇത്ര കാശ് കിട്ടും, റിവാർഡ് കിട്ടും എന്ന് പറഞ്ഞിട്ട് സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ജിമ്മിന് അതേപോലെ സ്ലേവുകൾ വാങ്ങുന്നവരൊക്കെ വിറ്റു. അങ്ങനെയാണ് അവൻ അവസാനം ടോമിൻ്റെ എന്താ പറയുക അങ്കിളിൻ്റെ അടുത്ത് എത്തുന്നത്. അങ്ങനെ അവസാനം എന്താ പറയുക ജിമ്മിനെ തപ്പിയിട്ട് ഹക്ക് പോകുന്ന സമയത്ത് അവൻ ഈ വീട്ടിൽ സാലി ഫെൽപ്സ് കാണുകയാണ്. അപ്പോൾ പെട്ടെന്ന് അവർ വന്ന് ടോം എന്ന് വിളിച്ചപ്പോൾ അവൻ ടോമായിട്ട് അഭിനയിച്ച് അവിടെ നിന്നു. എന്നിട്ട് പിന്നെ അവസാനം ടോം വരുന്ന സമയത്ത് ടോമിൻ്റെ അടുത്ത് വേഗം പോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ടോം സിദ്ധായിട്ട് അവൻ്റെ അനിയനായിട്ട് അഭിനയിച്ച് നിന്നു. അങ്ങനെയാണ് അവർ ജിമ്മിനെ ഫ്രീ ആക്കേണ്ട പ്ലാനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഒരു പണി ഉണ്ടായിരുന്നില്ല, നേരെ കൊണ്ടുപോയിട്ട് ഇറക്കാൻ പറ്റുന്നതായിരുന്നു. അതിന് ഹക്കിനെയും കൂടെ പണിയെടുപ്പിച്ച് കുറേ മണ്ടൻ പരിപാടികൾ ചെയ്ത ടോം ആയിരുന്നു. ഇവൻ ഒരു കല്ലൊക്കെ കൊണ്ടു പലവട്ടം ജിമ്മിന് ഭ്രാന്ത് വരുന്നുണ്ട്, ഇവരെന്താ കാണിക്കണമെന്ന് ആലോചിച്ചിട്ട്. പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇവൻ അവിടെ ഹക്ക് ശരിക്കും ജിമ്മിൻ്റെ ഒരു സ്ലേവിനെ പോലെ അവിടെ ബിഹേവ് ചെയ്ത് നിൽക്കേണ്ടി വന്നു. എല്ലാം അറിയുന്ന ഹക്കിനും കൂടെ അത് ചെയ്യേണ്ടി വന്ന ഒരവസ്ഥ. അപ്പം ഒരു കല്ലൊക്കെ ഉരുട്ടിക്കൊണ്ടുവന്നിട്ട് ഈ ജിമ്മിനെ ഇട്ടുണ്ടായിരുന്ന ആ ഒരു ജയിലിൻ്റെ അകത്ത് കൊണ്ടുപോയി വെക്കുക. ആ കല്ല് ഉരുട്ടാൻ ഇവർക്ക് എടുത്തിട്ട് വരാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജിമ്മിനെ അതിൻ്റെ ഉള്ളിൽ അവർ കുഴിച്ച് അതിൻ്റെ ഉള്ളിൽ കയറി. എന്നിട്ട് ആ കുഴിയുടെ ഉള്ളിൽ കൂടെ ഈ കല്ല് കയറ്റി വരികയാണ് അവർക്ക് അടുത്ത പണി. അതിന് അവർക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ജിമ്മിനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് വന്ന് ആ കല്ലെടുത്തിട്ട് വീണ്ടും അകത്തേക്ക് പോവുക. അങ്ങനത്തെ മണ്ടം പരിപാടികളൊക്കെ ആയിരുന്നു ടോം പറയുകയും ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. വേറെ വഴിയില്ല. അവസാനം എങ്ങനെയോ ഒരു അവൻ്റെ അഡ്വഞ്ചറായിട്ടുള്ള പ്ലാനൊക്കെ കൊണ്ടുവന്നിട്ട് അവനെ പുറത്തിറക്കിയിട്ട് അവിടെ എന്തായി, അവിടെ ആൾക്കാരൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി അവിടെ എഴുതിയൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ആ സംഭവങ്ങളൊക്കെ കണ്ട് ആൾക്കാർ വന്ന് ഇവർ ഓടുന്ന സമയത്ത് ഷൂട്ട് ചെയ്തു. ടോമിൻ്റെ കാലിൽ കൊണ്ടു. അങ്ങനെ ഹക്കിൻ്റെ അടുത്ത് വേഗം പോയി ഡോക്ടറെ വിളിക്കാൻ പറഞ്ഞു. ജിം അവൻ്റെ ഫ്രീഡം സാക്രിഫൈസ് ചെയ്തിട്ട് അവനെ ടോമിനെ നോക്കി നിന്നു. ഇവന്തോ ശരിക്കും ടോമിന് അറിയായിരുന്നു അവൻ്റെ ജിമ്മിൻ്റെ മിസ് വാട്സൺ അവനെ ഫ്രീ ആക്കിയിട്ടുണ്ടായിരുന്നു എന്ന് ടോമിന് അറിയായിരുന്നു. ബട്ട് സ്റ്റിൽ ഇത് മുഴുവൻ ടോം വെറുതെ അവരെയും കൊണ്ട് പണിയെടുപ്പിക്കുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അവസാനം അവൻ പറഞ്ഞു. എന്നിട്ട് ഈ ഒരു കോമ്പൻസേഷൻ പോലെ അവൻ്റെ ഉണ്ടായിരുന്ന കുറച്ച് കാശ് ആരേൽ കൊടുത്തു, ജിമ്മിൻ്റെ കൊടുത്തു. അങ്ങനെ ജിമ്മ് അവിടുന്ന് പോവാണ്. അതേപോലെ പോകുന്ന സമയത്ത് ജിമ്മ് ഹക്കിനോട് പറയുന്നുണ്ട്, നീ പേടിക്കണ്ട, നിന്റെ അച്ഛൻ മരിച്ചു, അന്ന് മരിച്ചിട്ടുണ്ടായത് നിന്റെ അച്ഛനാണെന്ന് സത്യം തുറന്നു പറയുന്നത്. ഇനിയിപ്പോൾ അവന് പേടിക്കേണ്ട ജീവിക്കാമല്ലോ. അപ്പോൾ വീണ്ടും അവനെ സിവിലൈസ് ചെയ്യാനുള്ള ആൾക്കാരുടെ അടുത്തേക്ക് അവൻ പോവാം, അവനെ അഡോപ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, വേണ്ട, ഞാൻ പോവാണ്, ഞാൻ വെസ്റ്റിലോട്ട് പോവാണ്, ഞാൻ എൻ്റെതായ ഒരു ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണെന്ന് പറഞ്ഞിട്ടാണ് അവൻ പോകുന്നത്. അവന് ഇനി സിവിലൈസിങ് വേണ്ട, ഹി പ്ലാൻസ് ടു സെറ്റ് ഔട്ട് ഫോർ വെസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു നോവൽ അവസാനിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഐഡന്റിറ്റി പുറത്താക്കുന്നത് ആരായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞു, ടോമിൻ്റെ ഓണ്ടായിട്ടുള്ള പോളി. അവർ വന്നിട്ടാണ് ടോമായിട്ടും ഹക്കിനെ എന്താ പറയുക ഹക്കായിട്ടും തിരിച്ചറിയാനുള്ള റീസൺ. ഓണ്ട് സാലിയാണ് അഡോപ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബട്ട് ഹി വാസ് ഇനഫ് വിത്ത് ദ സിവിലൈസിങ് ആൻഡ് ഹി വാസ് പ്ലാനിങ് ടു സെറ്റ് ഔട്ട് ഫോർ ദ വെസ്റ്റ്. ഓക്കെ, ദെൻ തീംസ് ഓഫ് കോഴ്സ് റേസിസം എന്തായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അവൻ വേഷം കെട്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു എന്ന്. ആ വേഷം കെട്ടി പോയിട്ടുണ്ടായിരുന്ന സമയത്ത് ഹക്കിന് ഇങ്ങനെ പറ്റിയതിൽ അവർക്ക് നല്ല സങ്കടമുണ്ട്. ഹക്ക് പോയതിന് ശേഷം അച്ഛൻ കൊന്നതാണോ, അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ ഹക്കിനെ തെരഞ്ഞു നടക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ജിമ്മിന് അവർക്ക് അത്രയും സ്നേഹമൊന്നുമില്ല. ജിമ്മ് ഹക്കിനെ കൊന്നു എന്നും കൂടെയാണ് അവർ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ജിമ്മിനെ പിടിക്കണം, തിരിച്ചു കൊണ്ടുവരണം, അവൻ സ്ലേവ്
സ്ലേവ് ആണ്, അങ്ങനെ ഒരു ചിന്താഗതിയായിരുന്നു അവിടുത്തെ ആൾക്കാരുണ്ടായിരുന്നത്. പക്ഷെ ഹക്കിനോട് അങ്ങനെയല്ല, ബിക്കോസ് ഹീസ് വൈറ്റ്. സോ ആ ഒരു സംഭവം നമുക്കിവിടെ കാണാൻ പറ്റും. മാർക്ക് ട്വെയിൻ ഈ നോവൽ എഴുതുന്നത് ആഫ്റ്റർ 2 decades ഓഫ് സിവിൽ വാർ ആയിരുന്നു. സിവിൽ വാറിന്റെ എൻഡിൽ അവർ ഇമാൻസിപ്പേഷൻ പ്രൊക്ലമേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിരുന്നു. ബട്ട് സ്റ്റിൽ അവിടെ ഇറ്റ് വാസ് സ്ട്രഗ്ലിംഗ് വിത്ത് ദ പ്ലേസ് വാസ് സ്ട്രഗ്ലിംഗ് വിത്ത് റേസിസം ആൻഡ് ആഫ്റ്റർ എഫക്ട്സ് ഓഫ് സ്ലേവറി. അപ്പോൾ ആ സമയത്താണ് ഇത് എഴുതിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു ജിം ക്രോ ലോ, ആ ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ആൾക്കാർക്ക് അധികം പവറില്ലാതെ അവിടെ അവരുടെ ആ ഒരു കഷ്ടത, അതൊക്കെ ആ ഒരു സംഭവം ഉണ്ടായിരുന്ന സമയത്തായിരുന്നു. ന്യൂ റേസിസം ഓഫ് സൗത്ത്, എന്താ പറയുക, ലെസ് ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോണോലിത്തിക് ആയിട്ടുള്ള ആ ഒരു പ്ലേസിൽ ഈ ഒരു റേസിസം സ്പ്രെഡ് ആവുന്നത്. ഓക്കെ, എനിവേ ട്വെയിൻ എഴുതിയിട്ടുണ്ടായിരുന്നത് ആഫ്റ്റർ സ്ലേവറി വാസ് അബോളിഷ്ഡ് ആയിട്ടാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിനകത്ത് കാണിക്കുന്നത് സ്ലേവറി വാസ് സ്റ്റിൽ എ ഫാക്ട് ഓഫ് ലൈഫ് ആയിരുന്ന സമയത്തെ കാര്യങ്ങളാണ് കാണിക്കുന്നത്. ആ ഒരു ഹിപ്പോക്രസി ഓഫ് സ്ലേവറി, ഹൗ റേസിസം ഡിസ്റ്റോർട്സ് ദി ഒപ്രസേഴ്സ് ആൻഡ് ആസ് മച്ച് ആസ് ഇറ്റ് ഡസ് ദോസ് ഹു ആർ ഒപ്രസ്ഡ്. ഇവ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. ഒരു മോറൽ കൺഫ്യൂഷൻ, നല്ല ആൾക്കാരെന്ന് പറയുന്നത് വൈറ്റ് ആണ്, ചീത്ത ആൾക്കാരെന്ന് പറയുന്നത് ബ്ലാക്ക് ആയിട്ടുള്ള ആൾക്കാരാണ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്ന ഒരു ഇൻജസ്റ്റിസ് ഓർ ദ ക്രുവൽറ്റി ഡൺ അഗെയിൻസ്റ്റ് ബ്ലാക്ക് പീപ്പിൾ, ഈവൻ ദോ സെപ്പറേറ്റിംഗ് ജിം ഫ്രം ഹിസ് ഓൺ ഫാമിലി, ഇവ കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്. ദെൻ ഇന്റലക്ച്വൽ ആൻഡ് മോറൽ എഡ്യൂക്കേഷൻ, അത് ഹക്കിനെ പഠിപ്പിക്കണം, അവനെ സിവിലൈസ് ചെയ്യണം എന്നുള്ളൊരു സംഭവം. ഈവൻ നമുക്ക് ഈ നോവലിൽ വേണമെങ്കിൽ അവൻ്റെ ഒരു ബിൽഡിംഗ് സ്ട്രോമൻ ആണെന്ന് പറയാൻ പറ്റും. ആ ഒരു ഇൻഡിവിജ്വൽ എൻ്റെ ആ ഒരു ചെറിയ കാലം തൊട്ട് ഒരു മെച്ചുറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് വരെ ഡെപിക്ട് ചെയ്യുന്ന ഒരു നോവലാണ് നമ്മൾ ബിൽഡിംഗ് സ്ട്രോമൻ എന്ന് പറയാം. അപ്പോൾ അതേപോലെ ഒരു പോർ ആയിട്ടുള്ള അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബോയ് ആയിരുന്നു. ഹി വാസ് എൻ ഓർഫൻ. അവനെ അഡോപ്റ്റ് ചെയ്തു, അവനെ മൊറാലിറ്റി പഠിപ്പിക്കുന്നു, അവനെ റിലീജിയൻ പഠിപ്പിക്കുന്നു, അവനെ സ്കൂളിൽ വിടുന്നു, അവനെ ക്ലെൻനെസ് പഠിപ്പിക്കുന്നു, ഈ വക കാര്യങ്ങളൊക്കെ വരുന്ന. അങ്ങനെ അവൻ വലുതായി ആ ഒരു സൊസൈറ്റിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ അവിടുത്തെ മടുത്തിട്ട് പോകുന്നു. അവൻ്റെ അച്ഛൻ്റെ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ വരുന്നു. അങ്ങനെ അതിന് ശേഷം അവസാനം അവനായിട്ട് പഠിക്കുന്ന പാഠങ്ങൾ, അവൻ്റെ അഡ്വഞ്ചർ, അതാണ് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. ഒരു ഇന്റലക്ച്വൽ മോറൽ എഡ്യൂക്കേഷൻ ദാറ്റ് ദേ റിയലി വാണ്ടഡ് ടു സിവിലൈസ് ഹിം ഇൻ ടു, അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരുന്നു അവൻ്റെ ഓട്ടം ഉണ്ടായിരുന്നത്. പാവം. ഈവൻ അവൻ്റെ നാട്ടിലത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഒരു സ്ലേവിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണെങ്കിലും ഹി ഫൈനലി ഡിസൈഡഡ് ടു, ഹി ഈസ് റെഡി ടു ഗോ ടു ഹെൽ. അവർ ശരി, ഞാൻ നരകത്തിൽ പൊക്കോളാം, ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യുന്ന നരകത്തിൽ പൊക്കോളാം എന്ന് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിൽ വരെ ഹക്കിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ അവിടെ വരുന്നുണ്ട്. ആൻഡ് അപ്പോൾ അവൻ്റെ ഒരു ട്രാവലിലൂടെ ഹി വാസ് ഏബിൾ ടു ലേൺ to read the world around him, to distinguish good and bad, right and wrong, menace and friend, അങ്ങനെ പല പല കാര്യങ്ങൾ അവന് പഠിക്കാൻ പറ്റി. അപ്പോൾ അവൻ്റെ ഒരു മോറൽ ഡെവലപ്മെന്റ് is sharply contrasted to the character of Tom Sawyer, who is still influenced by the bizarre myths of adventure novels and Sunday school teaching. അപ്പോൾ അവർ രണ്ടുപേരും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് ഈ ഒരു നോവലിൽ കാണാൻ പറ്റും. ദെൻ ദ ഹിപ്പോക്രസി ഓഫ് ദ സിവിലൈസ്ഡ് സൊസൈറ്റി. അപ്പം ഹക്ക് ഇങ്ങനെ ഒരു ട്രാവലിൽ പോകുമ്പോഴാണ് അവന് മനസ്സിലാവുന്നത് ഈ സിവിലൈസ് സൊസൈറ്റി എത്രത്തോളം ഹിപ്പോക്രിറ്റ് ആയിട്ടൊരു സംഭവമാണെന്ന്. അവന് പോകാൻ കാരണം എന്തായിരുന്നു? ടു എസ്കേപ്പ് ദ സിവിലൈസിങ്. അത് അവസാനം അവൻ വേറെ വെസ്റ്റോട്ട് പോകാൻ തീരുമാനിക്കുന്ന ഹീ നെവർ വോണ്ട് ടു ബി അണ്ടർ ദ സിവിലൈസിങ് തിങ് അഗൈൻ എന്നുള്ളതുകൊണ്ടാണ്. സോ ഹീസ് ട്രൈയിങ് ടു അവോയ്ഡ് മോർ ദിസ് കൈൻഡ് ഓഫ് സിവിലൈസിങ് സ്റ്റഫ്സ്. ഓക്കെ, അപ്പം അവനെ സിവിലൈസ് ചെയ്തത് എങ്ങനെയായിരുന്നു? റെഗുലറായിട്ട് അവൻ ബേത്ത് ചെയ്യണം, പിന്നെ സ്കൂളിൽ പോകണം, മാൻഡേറ്ററി ആയിട്ടുള്ള സ്കൂൾ അറ്റൻഡൻസ് പഠിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊന്നും അവന് ഇഷ്ടം ഉണ്ടായിരുന്നില്ല. പിന്നെ അവസാനം അച്ഛൻ വന്നിട്ട് സീനാക്കുന്നതുകൊണ്ടാണ് അച്ഛനെ ദേഷ്യം പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നതൊക്കെ ആയിരുന്നു അവൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ബ്ലാക്ക് ആയിട്ടുണ്ടായിരുന്ന ആൾക്കാർ അവിടെ ആ ഒരു വൈറ്റ് സൊസൈറ്റിയിൽ സഫർ ചെയ്ത പോലെയായിരുന്നു ഹക്ക് അവൻ്റെ അച്ഛൻ്റെ അണ്ടറിൽ സഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു എന്താ പറയുക, വൈറ്റ് മാൻ്റെ ഒരു റൈറ്റ് ഉണ്ടല്ലോ ആസ് പ്രോപ്പർട്ടി. അവിടെ വൈറ്റ് മാൻ്റെ പ്രോപ്പർട്ടി ആയിരുന്നു സ്ലേവ്സ്, അവിടുത്തെ എന്താ പറയുക ബ്ലാക്ക് ആയിട്ടുണ്ടായിരുന്ന പീപ്പിൾ. ആൻഡ് വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ചാറ്റൽ സ്ലേവറി ആയിരുന്നു. ചാറ്റൽ സ്ലേവറി പറഞ്ഞു കഴിഞ്ഞാൽ ആ എന്താ പറയുക ഒരു കമ്മോഡിറ്റി പോലെ, ഒരു ഗുഡ് പോലെ ഇവരെ വിൽക്കാൻ പറ്റുന്ന, ഒരു ഓണർ ഉണ്ടാവുന്ന അങ്ങനത്തെ ഒരു സ്ലേവറി ആയിരുന്നു ഇവർ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചാറ്റൽ സ്ലേവറിയാണ് നമുക്ക് ഈ നോവലിൽ കാണാൻ പറ്റുന്നത്. അപ്പം ഇവിടെ ജിമ്മിനെ വിൽക്കുന്നതും പിന്നെ മറ്റേ ലാസ്റ്റ് പീറ്റർ വിൽസിന്റെ ആ ഒരു സ്ഥലത്തും സ്ലേവ്സിനെ വിൽക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ചാറ്റൽ സ്ലേവറി ആണുള്ളത്. അപ്പോൾ ഒരാളുടെ പ്രോപ്പർട്ടി ആയിട്ടാണ് ഈ സ്ലേവ്സ് ഉള്ളത്. വൈറ്റ് മാൻ റൈറ്റ് ടു ഹിസ് പ്രോപ്പർട്ടി ആണ് ഈ ഒരു സംഭവത്തിൽ കാണുന്നത്. അതേപോലെ അച്ഛൻ്റെ പ്രോപ്പർട്ടി ആയിരുന്നു മകൻ. അപ്പോൾ ആ ഒരു കണക്ഷൻ വേണമെങ്കിൽ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും. പപ്പ ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ വയലൻസ് കാണിക്കുന്ന ഒരു പേഴ്സൺ. പിന്നെ നമുക്ക് ഇതിനകത്ത് വയലൻസ് കാണാൻ പറ്റുന്നത് ടോം സ്പെയറിൻ്റെ ആ ഒരു എന്താ പറയുക കൊല്ലണം, അതായത് ആരെങ്കിലും നമ്മളുടെ ഈ ഒരു റൂൾ തെറ്റിക്കുകയാണെങ്കിൽ അവരുടെ ഫാമിലിയിൽ ഒരാളെ കൊല്ലണം എന്നൊക്കെ പറയുന്ന അവിടത്താണ് നമുക്ക് വയലൻസ് കാണാൻ പറ്റുക.
പിന്നെ നമുക്കൊരു വരുന്ന വേറൊരു തീമാണ് ഗിൽറ്റ് അല്ലെങ്കിൽ ഷെയിം. ഇവിടെ ഗിൽറ്റ് ഹക്കിന് ഇടയ്ക്കിടയ്ക്ക് അടിക്കും. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, അവൻ്റെ മൊറാലിറ്റീനെ തെറ്റിച്ചിട്ടാണ് ചെയ്യുന്നത്. വിഡോ ഡോഗ്ലസിൻ്റെ അടുത്ത് ചെയ്യുന്ന ഒരു തെറ്റാണ്, തിരിച്ചങ്ങോട്ട് വിട്ടാലോ മിസ് വാട്സിൻ്റെ അടുത്തോട്ട് എന്നൊക്കെ കാര്യങ്ങൾ അവൻ ആലോചിക്കാറുണ്ട്. ഈവൻ ജിമ്മ് അവസാനം ഒരു വട്ടം ഹക്കിനോട് പറയുന്നുണ്ട്, കുറച്ച് കാശ് ഉണ്ടാക്കിയിട്ട് വേണം എൻ്റെ ഭാര്യനെയും മക്കളേനെ എനിക്ക് വാങ്ങാൻ എന്ന് പറയുമ്പോൾ, കണ്ടു നോക്കണേ ലൈക്ക് ഒരു ഫ്രീഡം കിട്ടാറായി എന്ന് കണ്ടപ്പോൾ സ്വഭാവം മാറുന്നത് കണ്ടോ എന്നുള്ളൊരു ഭാഗങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പം അതിനുശേഷം പിന്നെ ലൈക്ക് അവൻ ആലോചിക്കുന്നുണ്ട്, ആ പുവർ വുമൺ എന്താ നിന്നോട് ചെയ്തത്, നീ എന്തിനാ അവരോട് ഇങ്ങനെയൊക്കെ കാണിക്കണേ എന്നൊക്കെ അവനോട് തന്നെ ചോദിക്കുമ്പോൾ അവൻ്റെ മനസ്സിലിടയ്ക്ക് ഇങ്ങനെ വരും അവൻ ചെയ്യുന്നത് തെറ്റാണ്. പക്ഷെ എന്നാൽ കൂടെ അൾട്ടിമേറ്റ്ലി ഹി ഡിസൈഡ് ടു ഗോ ടു ഹെൽ ആൻഡ് സ്റ്റേ വിത്ത് ജിം. എന്തായാലും നമുക്ക് കാണാൻ പറ്റുന്ന വേറൊരു തീം ആണ് എംപതി, ദാറ്റ് വി ഫീൽ ടു സംവൺ. ഗിൽറ്റ് എന്ന് പറയുന്ന തീമിൻ്റെ കൂടെ റിലേറ്റഡ് ആണ്. അപ്പം ആ ഒരു മോറൽ ഡെവലപ്മെൻറ്റ് വരാൻ അവൻ്റെ ക്യാരക്ടറിൽ വരാൻ കാരണം, ഹക്കിൻ്റെ ക്യാരക്ടറിൽ വരാൻ കാരണം ഈ അവനുള്ള ഒരു എംപത്തിയാണ് ടു സമൺ എൽസ്. ഇപ്പോൾ ജിമ്മിൻ്റെ ഒരു കഷ്ടം അവൻ മനസ്സിലാക്കിയതുകൊണ്ടാണ്, അവൻ ഒരു എംപത്തറ്റിക് ഫീൽ അവന് വന്നതുകൊണ്ടാണ് അവന് മനസ്സിലായത്. ദെൻ കംസ് അഡ്വഞ്ചർ. ടൈറ്റിൽ തന്നെ അഡ്വഞ്ചർ ആണല്ലോ. അവർ പോകുന്ന ആ ഒരു ട്രിപ്പും കാര്യങ്ങളൊക്കെ ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അവർ ചെയ്ത കാര്യങ്ങളും അഡ്വഞ്ചർ ആയിരുന്നു. ഏറ്റവും കൂടുതൽ അഡ്വഞ്ചർക്ക് ഇഷ്ടമുള്ള കാര്യം, ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം ടോം ആയിരുന്നു. അവൻ വന്നപ്പോഴാണ് ഇവിടെ ഒരു റൊമാൻറ്റിക്കലായിട്ടുള്ള ഒരു അഡ്വഞ്ചറൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നത്. ദെൻ കംസ് മണി ആൻഡ് വെൽത്ത്. ഇതിൻ്റെ പുറകെ ആയിരുന്നു ആ കോൺമാൻ ഉണ്ടായിരുന്നു. അവർക്ക് കാശാണ് വലുത്, ബാക്കിയൊന്നും അവർക്ക് വലുതല്ല. എന്തൊക്കെ വഴിയുടെ കാശുണ്ടാക്കാൻ പറ്റും അതൊക്കെ അവർ ചെയ്യും. എന്തൊക്കെ തെളിത്തരങ്ങളാണെങ്കിലും അവർ ചെയ്യും. അങ്ങനെ അതേപോലെ പാപ്പയ്ക്കും കാശ് വേണം, കുടിക്കണം, കാശ് വേണം. അപ്പോൾ ഹക്കിൻ്റെ മണി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ലാസ്റ്റ് നമുക്ക് കാണാം ടോം ജിമ്മിന് ഒരു $50 കൊടുക്കുന്നുണ്ട് തിരിച്ച് അവനെ നോർത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി. ലൈക്ക് അവൻ്റെതായ ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട് $50 അവൻ ചെയ്ത തെറ്റുകൾക്കൊക്കെ മാപ്പായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. ഫോർ ജിം ദാറ്റ് മണി ഹോൾഡ്സ് ദ പ്രോമിസ് ഓഫ് ലിബറേഷൻ. പക്ഷെ ആ ഒരു മണി ഈ ത്രൂ ഔട്ട് ദ ബുക്ക് ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്തൊരു സംഭവമായിരുന്നു. സോ ലൈക്ക് മണി അലോൺ വിൽ നോട്ട് ഗ്യാരണ്ടി ജിം ഹിസ് ഫ്രീഡം, ബട്ട് സ്റ്റിൽ എന്താ പറയുക, എന്നാലും ആ ഒരു മണി ജിമ്മിന് ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് അവൻ ഇത്രയും കാലം ഒരു സ്ലേവ് ആയിട്ട് ജീവിച്ച ഒരാളായിരുന്നു. ഓക്കെ, പിന്നെ ഈ നോവലിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊരു എലമെൻ്റ് ആണ് റിവർ. അവരുടെ ആ ഒരു പ്രോഗ്രസ് മുഴുവൻ വന്നിട്ടുള്ള റിവറിലാണ്. അവർ അഡ്വഞ്ചർ ഒക്കെ ആ മിസിസിപ്പി റിവറിലൂടെ ആയിരുന്നു. അപ്പോൾ ആ റിവർ ഒരു അമ്മയെ പോലെയും ഈവൻ ഹക്കിന് വേണ്ടി ഒരു അച്ഛനെ പോലെയും, അച്ഛൻ എന്തോരം കൊടുക്കാത്ത ഒരു സ്നേഹമൊക്കെ കൊടുത്തിട്ടില്ലായിരുന്ന ഒരു ക്യാരക്ടറായിരുന്നു. യെസ്, ജിമ്മും അച്ഛൻ ഒരു ലവ്ലി കെയർ ഹക്കിന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അവരെ പ്രൊട്ടക്ട് ചെയ്ത് ചില സമയത്ത് അവരെ എന്താ പറയുക, ആ ഒരു ഡബിൾ നേച്ചർ ഓഫ് ദാറ്റ് റിവർ നമുക്കവിടെ കാണാൻ പറ്റും. ചില സമയത്ത് അവരെ പ്രൊട്ടക്ട് ചെയ്ത് നല്ല വഴിക്ക് എത്തിക്കും, ചില സമയത്ത് അവരെ പണി കൊടുത്ത് വഴിയൊക്കെ തെറ്റിച്ച് അവരെ സെപ്പറേറ്റ് ചെയ്ത് കുറേ ദുരന്തങ്ങളായി അങ്ങനെ മാറുന്നുണ്ട്. ബട്ട് ഓൾ ടുഗെദർ ഈ ഒരു റിവറിലാണ് ആ ഒരു പ്രോഗ്രസ് മുഴുവൻ നടന്നിട്ടുള്ളത്. ആ ഒരു ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദിസ് നോവൽ എന്ന് പറയുന്നത് ഈ ഒരു റിവറാണ്. ഈ റിവറിലാണ് എല്ലാം നടക്കുന്നതും. മാർക്ക് ട്വെയിൻ ഹാവ് കൈൻഡ് ഓഫ് എ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ദിസ് റിവർ. ആൻഡ് ആൾ ഈ ഒരു വർക്കിനകത്ത് ഒരു ഇൻറ്റൻസ് ഇമോഷൻ ഈ ഒരു റിവറിന് കൊടുത്തിട്ടുണ്ട്. ഒരു സിംബോളിക് സിഗ്നിഫിക്കൻസ് ഈ ഒരു മിസിസിപ്പി റിവറിനുണ്ട്, വിച്ച് ലൈസ് ഇൻ ദ തീം, നോവലിൻ്റെ തീമായിട്ടുള്ള ഒരു ഫ്രീഡം. ആ ഒരു ഫ്രീഡം എന്ന് പറയുന്ന സംഭവം ആൻഡ് റെബലിയൻ ഓഫ് മാർക്ക് ട്വെയിൻ, അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു സംഭവത്തിൽ. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഒരു തീമും അതേപോലെ ഒരു സിമ്പിളായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ റിവർ. അപ്പോൾ ആ റിവറിൽ നിന്നിട്ടാണ് അവർ ഹക്കിന് ഈ റിവർ എന്തായിരുന്നു, സിവിലൈസേഷൻ രക്ഷപ്പെടാനൊരു വഴി. ജിമ്മിന് ഇത് എന്തായിരുന്നു, അവൻ്റെ ആ ഒരു സ്ലേവറിൽ നിന്ന് അല്ലെങ്കിൽ അവനെ വിൽക്കുന്ന ആ ഒരു സംഭവത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയായിരുന്നു. So through this Mississippi River, Huck is escaping from the shackles of the real society. And it is through this river that he kind of have knowledge about all kind of people in the world. He makes a self redemption and he is growing up. അത് ഈ റിവറിലൂടെ ആയിരുന്നു. ഓക്കെ, അതേപോലെ ജിമ്മിന് ആ ഒരു സ്ലേവറിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ ലീഡ്സ് ദ എസ്കേപ്പ് ഓഫ് ദ ബ്ലാക്ക് സ്ലേവ് ജിം ഓൺ ദ റോഡ് ഓഫ് ലിബറേഷൻ ടു ഹിസ് ഫ്രീഡം. ഓക്കെ, അപ്പോൾ ഹക്കിന് ഫ്രീഡം ഫ്രം ദ ഷാക്കിൾസ് ഓഫ് ദ സൊസൈറ്റി, സിവിലൈസേഷൻ, ആൻഡ് ഫോർ ജിം ഫ്രീഡം ഫ്രം സ്ലേവറി ടു എ കൈൻഡ് ഓഫ് ലിബറേഷൻ. ഓക്കെ, അപ്പോൾ ആ റിവറിലൂടെ നമുക്ക് ആ ഒരു അഗ്ലിനെസ്, റിയാലിറ്റി ഓഫ് ലൈഫ്, ഹൊറർ ഓഫ് സൊസൈറ്റി, ആ ഒരു ഇതൊക്കെയാണ് ആ ഒരു തീം ആയിട്ടുള്ള സംഭവത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു റിവറിലൂടെ. ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള അവർക്ക് ഏറ്റവും കൂടുതൽ സമാധാനം റിവറിലായിരുന്നു. അവർ ലാൻഡിൽ പോയിട്ട് വരുന്നത് ഓടി കത്തിച്ച് പേടിച്ചൊക്കെ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അവർക്കൊന്ന് റിവറിലെത്തി അവർക്ക് സമാധാനമാവും. അത് ഹക്ക് പറയുന്നുണ്ട്, റിവറാണ് ബെറ്റർ, ഇവിടെ ഇതിലാണ് നമുക്ക് സമാധാനം ഉള്ളത് എന്ന് ഹക്ക് പല സമയങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു വേൾഡിലത്തെ ഒരു ഹിപ്പോക്രസി, ഷാക്കിൾസ് ഓഫ് ദി അഡൾട്ട് വേൾഡ്, അതിൽ നിന്ന് വരുമ്പോൾ ആ ഫാദറിൻ്റെ വയലൻസ് എന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവൻ ആദ്യം വന്നെങ്കിലും പിന്നെ കാണുന്ന മനുഷ്യന്മാർ മുഴുവൻ കുറേയും ഇങ്ങനത്തെ കുറേ ആൾക്കാരായിരുന്നു. അവരെന്നൊക്കെ രക്ഷപ്പെട്ടിട്ട് അവൻ തിരിച്ച് ഈ റിവറിലോട്ട് എത്തുമ്പോൾ ആ ഒരു ബോട്ടിൽ അവൻ കയറി കിടക്കുമ്പോൾ അവനൊരു സമാധാനം കിട്ടും. അപ്പോൾ അങ്ങനെയാണ് അവർക്ക് റിവർ ഉണ്ടായിരുന്നത്. സോ ഇറ്റ് വാസ് കൈൻഡ് ഓഫ് ലേസി ആൻഡ് ജോളി, ലേയിങ് ഓഫ് കംഫർട്ടബിൾ ഓൾ ഡേ, സ്മോക്കിംഗ് ആൻഡ് ഫിഷിംഗ് ആൻഡ് നോ ബുക്സ്, നോട്ട് സ്റ്റഡി. ദ റിവർ ഇസ് ക്വൈറ്റ് ഡിഫറെൻറ്റ് എന്നാണ് അവൻ പറയുന്നത്. ഓക്കെ, സോ അവർക്കൊരു പാരഡൈസ് ആണ് ഈ റിവർ ഉണ്ടായിരുന്നത്, ഒരു പ്യുവർ പ്ലേസ് വെയർ ദേ കുഡ് ഹാവ് എ ന്യൂ ലൈഫ്. ദേ സെറ്റ് ഫോർത്ത് ഫോർ എ ന്യൂ ലൈഫ്.
അപ്പോൾ അങ്ങനെയാണ് അവർ റിവർ ഉണ്ടായിരുന്നത്. ദ റിവർ റേസ്ഡ് ഹക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ വെൽത്ത് അവന് കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. അവനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. അതേപോലെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. സ്റ്റിൽ അവനാക്കി മാറ്റി ലാസ്റ്റ് അവൻ്റെ ആ ഒരു ചേഞ്ച് വരാൻ കാരണം അവൻ്റെ സൊസൈറ്റിയിൽ നിന്ന് മാറി ഇങ്ങനെ ഒരു നേച്ചറിൻ്റെ സെറ്റിങ്ങിൽ എത്തി എന്നുള്ളത് കൊണ്ടാണ് എന്നാണ് പല ക്രിറ്റിക്സും കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, this river or this river bank we can consider it as a boundary between freedom and restriction. ആ റിവർ ബാങ്കിൽ ആ റിവറിലോട്ട് പോകുമ്പോൾ അവർക്ക് ഫ്രീഡവും ആ റിവർ ബാങ്കിൽ നിന്ന് ലാൻഡിലോട്ട് പോകുന്ന സമയത്ത് അവർക്ക് എന്താണ് റെസ്ട്രിക്ഷൻ ആണ് വരുന്നത്. പിന്നെ മാർക്ക് ട്വെയിൻ ഒരു 6 ചാപ്റ്റേഴ്സ് മുഴുവൻ എടുത്ത് ലൈഫ് ഓൺ ഷോറിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം ഡിഫറെൻ്റ് ആണ് ലൈഫ് ഓൺ റിവർ എന്ന് കാണാം നമുക്കവിടെ. അപ്പം ഹക്കിൻ്റെ കണ്ണിൽ എപ്പോഴും ലൈഫ് ഓൺ ലാൻഡ് എന്ന് പറയുന്നത് ഓൾവേസ് അഗ്ലി ആൻഡ് വൾഗർ വിച്ച് ഇസ് നോ ഗുഡ് ഫോർ റിയൽ സെൽഫ്. പക്ഷേ ലാൻഡ് ഓൺ റിവർ എന്ന് പറയുന്നത് അങ്ങനെയല്ല, ഇറ്റ് ഇസ് ക്വൈറ്റ് ഡിഫറെൻ്റ് എന്ന് പറയാം. ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ടോപ്പിക്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എനിക്ക് പറ്റാവുന്ന പോലെ അത് ക്ലിയർ ചെയ്ത് തരാം. സോ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. Till then, bye from Lost in Literature. Stay safe everyone.